സ്വർഗത്തിൽ വെച്ച് നമ്മുടെ നാഥൻ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന ഒരു സമയമുണ്ട് അല്ലേ? അവിടെ ഒരു പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രവഹിക്കും എന്നാ പറയണത്. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ അള്ളാനെ കാണുന്ന സമയം. അന്ന് അല്ല പറയത്രേ, ഇവരെ തൊട്ട് ഞാൻ സംതൃപ്തരായിരിക്കുന്നു എന്ന്. അള്ളാന്റെ സംതൃപ്തി വേണ്ടേ നമ്മുടെ ഉള്ളില്? നമുക്ക് അള്ളാന്റെ സംതൃപ്തി നേടണ്ടേ? നമ്മുടെ മേൽ അള്ളാഹുവിന്റെ സംതൃപ്തി ഉണ്ടാവാൻ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന ഒരു വിഭാഗത്തെ ഇനിയും വൈകിക്കൂടാ വാർത്തെടുക്കാൻ. അതിനു വേണ്ടിയിട്ട് സംഘാടകര് ഇത്രയധികം കഷ്ടപ്പെട്ടുകൊണ്ട് ഇങ്ങനെയൊരു സംഗമം നമുക്ക് വേണ്ടിയിട്ട് ചേർത്ത് വെച്ചിരിക്കുന്നത്. ബന്ധങ്ങള് തുടങ്ങാൻ വലിയ പണിയൊന്നുമില്ല അല്ലെ? ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നവരില് സാധാരണ നമ്മൾ പുറത്തൊക്കെ പോയി കഴിയുമ്പോൾ നമുക്കൊന്ന് ചിരിക്കാനൊരു പേടിയാ, അല്ലെങ്കിൽ ഒരു മടിയാ. ചിലപ്പോൾ നമ്മൾ ചിരിക്കുമ്പോൾ തിരിച്ച് നമ്മളോട് ചിരിച്ചോളന്നില്ല അല്ലേ? കാരണം നമുക്ക് പരിചയമില്ല. ഇവിടുന്ന് കയറി വന്നപ്പോ ഞാൻ കാണുന്നവരോട് മുഴുവൻ ചിരിക്കുക. കാരണം എന്താ? അവരൊക്കെ എന്റെ കുടുംബക്കാരാ അല്ലേ? ഒക്കെ നമ്മൾ തമ്മിൽ കുടുംബക്കാരാ. പക്ഷെ ആർക്കൊക്കെയോ ചിരിക്കാനൊരു മടിയുണ്ട്. നമുക്കറിയാം ചിരി സ്വതക്കെയാണ് എന്നൊക്കെ. പക്ഷെ ഒരു പിശുക്ക, ഇത് പാരാ ഈ ചിരിക്കണത് എന്നുള്ളത്. ചിരിച്ചോളുക. പോകുമ്പോ മാക്സിമം ഇബാദത്തുകൾ നിങ്ങൾ ഇവിടുന്ന് ഉണ്ടാക്കുക. നമ്മള് കുറെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടവരായിരിക്കാം, ഒരിക്കലും കാണാത്തവരായിരിക്കാം. ഇവിടെ ഒരു കുറഞ്ഞ സമയം നമുക്കൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കൂലേ നമ്മള്? അവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നറിയോ? ബന്ധങ്ങൾ തുടങ്ങാൻ വലിയ പണിയൊന്നുമില്ല, അത് നിലനിർത്താനാണ് പ്രയാസം. നമസ്കാരം തുടങ്ങൂന്നല്ല, നമസ്കാരം നിലനിർത്തൂ എന്നാണ് പറയുന്നത്. കാരണം നിലനിർത്തലാണ് കുറച്ചും കൂടെ ശ്രമകരമായിട്ടുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത്. നമ്മള് ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി ക്ലിനിക്കിലേക്ക് പോകുമ്പോ നമ്മുടെ ടോക്കനൊക്കെ എടുത്തു, 5 മിനിറ്റ് കഴിഞ്ഞു, 10 മിനിറ്റ് കഴിഞ്ഞു, നമ്മുടെ ഊഴമായില്ല. പിന്നെ ഒരു മടിയാ. പിന്നെ എങ്ങനെ ഒന്ന് നോക്കും തിരിഞ്ഞ്, പിന്നെ ഒന്ന് വലത്തേക്ക് നോക്കും, പിന്നെ ചോദിക്കും ആരാ ഒപ്പം വന്നിരിക്കണേ, കുട്ടിക്കാ വയ്യാത്തത് അല്ലേ? പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ. ഞാൻ നിങ്ങളെ കൂട്ടത്തിലുള്ളതായിട്ട് എനിക്ക് വേഗം മനസ്സിലാവും അത്. അവിടെ പിന്നെ നമ്മൾ തുടങ്ങാൻ, എവിടുന്നാ വന്നത്, ആർക്കാ അസുഖം, എങ്ങോട്ടാ പോണേ, എന്താ ഏത്, ഇത്രയായിട്ട് ഈ ഡോക്ടറെ കാണുന്നുണ്ട്. പിന്നെ ഒരു ബന്ധമാണ് അല്ലേ നമ്മൾ തമ്മിൽ അവിടെ. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പോറിനോട് കൂടി ചിലപ്പോൾ ആ ബന്ധം അവസാനിക്കും. ഇല്ലേച്ചാൽ നമ്മൾ ആശുപത്രിയിലൊക്കെ അഡ്മിറ്റ് ആവുന്ന സമയത്തും ബന്ധങ്ങള് തുടങ്ങാൻ വലിയ പണിയൊന്നുമില്ല, അത് നിലനിർത്താനാണ് പ്രയാസം. നമുക്കൊക്കെ കുറെ കുടുംബക്കാരുണ്ടാവും. അപ്പൊ എൻ്റെ ഉപ്പ മച്ചിങ്ങൽ ഉമ്മർ എന്നാണ് എൻ്റെ വാപ്പാന്റെ പേര്. ഞാൻ മച്ചിങ്ങൽക്കാരിയാന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നെ കല്യാണം കഴിച്ചിരിക്കുന്ന വേറൊരു തറവാട്ടിലേക്കാണ്. എൻ്റെ നാത്തുമാരെ കല്യാണം കഴിച്ചിരിക്കുന്ന വേറൊരു തറവാട്ടിലേക്കാണ്. കുടുംബം എന്ന് പറയുന്നത് രക്തബന്ധത്തിലൂടെയും സ്ഥാപിതമായ ബന്ധങ്ങളിലൂടെയും ഇങ്ങനെ പടർന്നു കിടക്കുന്ന ഒന്നാണ്. ആ കുടുംബത്തില് ഒരുപാട് പേരുണ്ടാവും, നമുക്ക് കണ്ടിട്ട് വർഷങ്ങളായിട്ടുണ്ടാവും, മിണ്ടിയിട്ട് കാലങ്ങളായിട്ടുണ്ടാവും. അവിടെയാണ് കുടുംബ ബന്ധം ഊട്ടി ഉറപ്പിക്കേണ്ടതിന്റെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിക്കും എന്താ കുടുംബം? ഇവിടെ കുറെ പേര് സംസാരിച്ചു, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നല്ലേ? സത്യത്തിൽ ഈ പറയണ ഇമ്പം നമ്മളൊക്കെ വീട്ടിലുണ്ടാവാറുണ്ട്. നമ്മളൊക്കെ കുടുംബക്കാരല്ലേ? ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളൊക്കെ വീട്ടിൽ ഈ പറയണ ഇമ്പം ഉണ്ടാവാറുണ്ടോന്ന്? നല്ല 1% ആളുകളുടെ വീട്ടിലും ആ ഇമ്പം ഉണ്ടാവാറില്ല. ഇനി ഇപ്പൊ ഉണ്ടെങ്കിൽ തന്നെ അത് നിലനിർത്താൻ കഴിയലുമില്ല. എന്നാ ഇമ്പൊക്കെ ഉണ്ടാവും കേട്ടോ, വെറുതെ വാക്കുകൊണ്ട് പറയണതല്ല. ഇപ്പൊ ചില കാക്കന്മാരിപ്പോ വിചാരിക്കേണ്ട എന്റെ കുട്ടിയെ എനക്കെ തന്നെ പറഞ്ഞു പോയാൽ മതി, പെരയിലിരിക്കുന്നതിന്റെ ഓരോരുത്തരുടെ സ്വഭാവം കൊണ്ട് അന്നാലണ്ട് കൊടുക്കാൻ തോന്നുന്നു, ഞാൻ ആയതുകൊണ്ട് പിന്നെ ഒന്നുമ്പോ നിർത്തുകയാണ് അല്ലേ പറയാറുണ്ടാവും. ചിലപ്പോൾ ഉള്ളിലൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. ഇനി അതല്ലെങ്കിൽ പെണ്ണുങ്ങൾ എന്താ പറയാന്നറിയോ? എത്ര നല്ല നല്ല ആലോചനകൾ വന്നതാ, എന്നിട്ട് എന്റെ പറച്ചോനെ ഞാൻ ഇങ്ങോട്ടാണല്ലോ വന്ന് പെട്ടത് എന്നുള്ളത്. ഇതൊക്കെ വളരെ തമാശ രൂപത്തിൽ പറയുകയാണെങ്കിൽ രസമാണ് കേട്ടോ. പക്ഷേ പലപ്പോഴും അങ്ങനെയല്ല സംഭവിക്കാറുള്ളത്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് എൻ്റെ കുടുംബത്തിൽ നിന്ന് അപ്പുറത്തെ ഒരു സാമ്പിൾ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചോദിച്ചു, നമ്മളിങ്ങനെ പറയണേക്കാറുണ്ടല്ലോ ഈ കൂടുമ്പോൾ ഇമ്പം ഉള്ളതാണ് കുടുംബം എന്നുള്ളത്. ഈ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ഈ പറയണ ഇമ്പം കണ്ടിട്ടുണ്ടോന്ന് ഇട്ടത്ത വായിക്കുള്ളൂ പറയാം. സഫന വെറുതെ എന്നെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കണം, എനിക്ക് വല്ല ഭ്രാന്തുണ്ടോ? അപ്പോൾ ഇമ്പം വേണ്ടില്ലാതെ ബോംബ് പൊട്ടണ്ട, ഇമ്പം ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് കരുതിയിട്ടാ പോണത്. അതൊക്കെ ഉണ്ട് ഇതിനടി ഒരു കാലത്ത്. ആ നിക്കാഹ് കഴിയുമ്പോൾ കുറച്ചൊരു സമയം കെട്ടിയന്മാരിങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മയും ഉപ്പ ഇങ്ങനെ സൽക്കരിക്കാൻ തയ്യാറായി നിൽക്കും. അപ്പൊ നമ്മുടെ നല്ല മുഖങ്ങൾ മാത്രമായിരിക്കും കാണുന്നത് അല്ലെ? അപ്പൊ നല്ല ഇമ്പാണ്. അത് കഴിഞ്ഞ് കുട്ടികളും മക്കളൊക്കെ ഇതിന്റെ ഇടയിലാണ് ഇനിയിപ്പോ ഇമ്പം എന്നുള്ളത്. എന്നാ അതുണ്ടാവും കേട്ടോ, വെറുതെ പറയല്ല. അതിനകത്തൊരു കാര്യമുണ്ട്. ഇതിനകത്ത് ആരെങ്കിലും ഭക്ഷണം കഴിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ സദസ്സിനെ അലങ്കോലപ്പെടുത്താത്ത രീതിയിൽ പോയി ഭക്ഷണം കഴിക്കുക. നമ്മളെല്ലാവരെയും പ്രതീക്ഷിച്ചിട്ട് ഭക്ഷണം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതാരും പാഴാക്കാതിരിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്നത് വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇമ്പം അല്ല, എങ്ങനെ ഇമ്പം ഉണ്ടാവുക? നമ്മുടെയൊക്കെ സൗന്ദര്യം കുറച്ചും കൂടി കൂട്ടിയാൽ മതി. സൗന്ദര്യം എന്ന് പറയുമ്പോൾ ബാഹ്യമായിട്ടുള്ള സൗന്ദര്യം അല്ല കേട്ടോ. ആ സൗന്ദര്യം നമുക്ക് അറിയാലോ, പ്രത്യേകിച്ച് പെണ്ണുങ്ങളോട് ചോദിച്ചാൽ അറിയാം. മോയ്സ്ചറൈസ് ക്രീം, ഫൗണ്ടേഷന്, കോമ്പാക്ട് പൗഡർ, ലിപ്സ്റ്റിക്, ലിപ് ലൈനർ, മാർക്കറ്റിൽ കുറേ സാധനം അവൈലബിൾ ആണ് നമ്മളെ പുറമൂടി പുറ സൗന്ദര്യം ഇങ്ങനെ കൂട്ടാൻ വേണ്ടിയിട്ട്.
പക്ഷെ അതിനൊരു കാലുണ്ട് അല്ലേ. ഒന്നങ്ങോട്ട് പോയി സോപ്പിട്ട് മുഖം കഴിയാ കഴിഞ്ഞു അല്ലേ. ആ സൗന്ദര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കൽബിന്റെ മുഞ്ച, മൈൻഡ് ഓഫ് ബ്യൂട്ടി, നമ്മളെ ഇന്റേണൽ ബ്യൂട്ടി എന്ന് പറയുന്നത് ബ്യൂട്ടി ഓഫ് മൈൻഡ്. എങ്ങനെയാ നമ്മുടെ കൽബിന്റെ മുഞ്ച് കൂട്ടുക? നമുക്കൊരാളെ സ്നേഹിക്കാൻ വലിയ പണിയില്ല, സ്നേഹിക്കപ്പെടാനാണ് പ്രയാസം. അങ്ങനെ നമ്മൾ സ്നേഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബന്ധങ്ങളില് പൊസസീവ്നെസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അല്ലെ. എന്താ പൊസസീവ്നെസ് എന്ന് പറഞ്ഞാ? എന്താരും മിണ്ടാത്ത എന്താ പൊസസീവ്നെസ് എന്ന് പറഞ്ഞാ? സ്വാർത്ഥത അല്ലെ. ആരോ പറഞ്ഞു അവിടെ സ്വാർത്ഥത. പൊസസീവ്നെസ് എന്നുള്ള ഇംഗ്ലീഷ് പദത്തിന്റെ മലയാള വാക്കാണ് സ്വാർത്ഥത എന്നുള്ളത്. ഈ സ്വാർത്ഥത എന്നത് ഒരു പരിധി വരെ നമ്മുടെയൊക്കെ ബന്ധത്തിലുള്ളത് രസാണ്. പക്ഷേ ആ പരിധി ഭേദിക്കുമ്പോഴാണ് അത് ബന്ധങ്ങളുടെ ചെതലായി മാറുന്നത്. എന്താ ചെതലിന്റെ പരിപാടി? ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും അല്ലേ. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, സ്ത്രീകള് നമ്മുടെ അയൽവക്കത്ത് ചിലപ്പോൾ ഒരു താത്ത നമ്മളെ വിളിച്ചിട്ടുണ്ടാവും, എടീ എന്റെ പൊന്നങ്ങാടിക്ക് പോരോ, അല്ലെങ്കിൽ ഒന്ന് റേഷൻ പിടിക്ക് പോരോ, എനിക്ക് അത്യാവശ്യം ആരുമില്ല, കുട്ടികൾ പോയിക്കണോ, എനിക്ക് ഒന്ന് പോകേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ താത്ത പറയും, ഇതിനിപ്പോ എന്താടി ഞാൻ പോരാലോ എന്ന് പറഞ്ഞിട്ട് അകത്ത് കയറും. എന്തെങ്കിലും ഡ്രസ്സോ മാറി അല്ലെങ്കിൽ ഷോളൊക്കെ ചുറ്റി 4 പിന്നൊക്കെ കുത്തി നമ്മൾ ഓരോ കൂടെ പോകും. കാര്യം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴായിരിക്കും പുതിയാപ്പിളമാരെ മിസ് കോൾ ഉണ്ടാവും കുറച്ച്. എന്നിട്ട് പിന്നെ നമ്മൾ എടുത്തിട്ട് പറയാം, ഇക്കാ ഞാൻ ഉണ്ടല്ലോ സൈനാത്ത് വിളിച്ചപ്പോ ഒന്ന് പോയതായിരുന്നു കേട്ടോ. പിന്നെ അപ്പുറത്തുനിന്നാ ജാരോടി ചോദിച്ചിട്ടാ പോയത്. എന്താനക്ക് പോണേന്റെ മുന്നേ ഇന്നോടൊരു വിവരം പറഞ്ഞാല് ഇപ്പൊ അനക്ക എന്റെ കാര്യ ഒക്കെ ഇത് തോന്നിയ പോലെ, എന്നാ എനിക്ക് തോന്നിയ പോലെ അങ്ങോട്ട് വിളിക്കോ എന്ന ഒരു ധാരണ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംസാരങ്ങള് പല കുടുംബങ്ങളിലും ഉണ്ടാവാറുണ്ട്. സംഭവം നിസാരമാണ് അല്ലെ. അയൽവാസിയായ ഒരു സ്ത്രീയെ സഹായിച്ചു എന്നുള്ളത്. നമ്മൾ രാത്രി സമയങ്ങളിൽ പള്ളിയിലിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുന്നതിലേറെ കൂലിയുള്ള കാര്യമാണ് നമ്മൾ ഒരാളെ സഹായിക്കുക, ആവശ്യക്കാരനെ സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതെത്ര മനോഹരമായിട്ട് നമുക്ക് ഒതുക്കി തീർക്കാമായിരുന്നു. എന്നാലും എൻ്റെ പെണ്ണെ പോയപ്പോൾ എനിക്ക് ഒന്നും പറയായിരുന്നു കേട്ടോ അല്ലേ. അതിൽ വാട്സപ്പ് ഉണ്ട്, നെറ്റ് ഉണ്ട്, കഞ്ഞപ്പ വരാന്ന് പറഞ്ഞാൽ തീർന്നു, പെണ്ണൊന്നും വേണ്ട, മൈൻഡ് ഇല്ല എന്ന് പറഞ്ഞ് തമാശ രൂപേണ മാറ്റി തീർക്കാവുന്ന ഒരു വിഷയത്തെയാണ് പിന്നീട് അത്ര വലിയ ഒരു ഗൗരവമേറിയ വിഷയമാക്കി മാറ്റുന്നത്. ഇത് ഞാൻ പുരുഷ വിഭാഗത്തെ അടച്ചാക്ഷേപിക്കില്ല കേട്ടോ. തിരിച്ചു വരാം. നമ്മള് ഭർത്താക്കന്മാരുടെ വീട്ടില് ഭർത്താക്കന്മാര് ചിലപ്പോൾ എന്തെങ്കിലും സാധനം ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും, ഓരോന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഓരോ പെങ്ങന്മാർക്ക് കൊടുക്കുമ്പോൾ പെണ്ണുങ്ങൾക്ക് ഒരു ചൊറിച്ചില, അവള് വല്ലാത്തൊരു സാധനമല്ല, വാങ്ങിയപ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞില്ല, കോക്ക് കൊടുക്കുന്നതിന് മുന്നേ എനിക്കൊന്ന് ബോധ്യമുള്ളതല്ലായിരുന്നോ, ഒന്നും കൂടി എനിക്ക് നിങ്ങൾക്ക് വാങ്ങിക്കൂടായിരുന്നോ ഇല്ലേ? അവിടെയാണ് ഞാൻ പറഞ്ഞ പൊസസീവ്നെസ്, ഒരു ഈഗോ സ്റ്റേറ്റ്. നമ്മൾ എപ്പോഴും അതൊരു ന്യൂട്രൽ ലെവലിലായിരിക്കണം. നമുക്ക് തമാശ രൂപേണ അല്ലെങ്കിൽ കുറച്ച് സ്നേഹം കലർത്തി നമുക്കത് പറയാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്താ ചെയ്യുന്നത്? അവിടെ നമ്മള് വല്ലാതെ വൈകാരികമായിട്ടാണ് ഇടപെടുന്നത്. ഇത് സ്ത്രീയോ പുരുഷനോ ഒന്ന് മാത്രം ഫോക്കസ് ചെയ്ത് പറയല, ഇതൊക്കെ ഒരു കുടുംബത്തിലുള്ളതാണ്. ഞാനും 2 കുടുംബങ്ങളിൽ ജീവിക്കുന്ന ആളാണ്. ഞാൻ ജനിച്ചു വളർന്ന വീട്, ഞാൻ വിവാഹ ജീവിതം കഴിഞ്ഞ് താമസിക്കുന്ന വീട്. അപ്പം കണ്ടും കേട്ടും അനുഭവിച്ചും അറിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞാനിവിടെ പറയുന്നത്. അല്ലാതെ ഒരു വിഭാഗത്തെയും കുറ്റപ്പെടുത്തി പറയുന്നില്ല. നമ്മൾ നമ്മളിലേക്ക് ഒന്ന് ചിന്തിക്കുക, നമ്മൾ എവിടെ മാറണം എന്നുള്ളത്. ഇവിടെയാണ് നമ്മളൊന്ന് സെൽഫ് സെന്റേർഡ് ആവാതിരിക്കുക. അതാണ് നമ്മുടെ ഈഗോ ലെവൽ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്നുള്ളൊരു ലെവലായിരിക്കും അല്ലെ. വാപ്പാര് വിചാരിക്കും ഞാൻ തന്നെ വലുത്, ഞാനാണ് ഈ പരത്ത് ഗൃഹനാഥൻ. അപ്പൊ ഉമ്മ എന്താ വിചാരിക്കുക? ഇറ്റങ്ങളെ മുഴുവൻ തിന്നാൻ കൊടുത്ത് തീറ്റി പോയിട്ട് ഞാനാണ് അല്ല, ഞാനാണ് ഈ വരത്തെ, ആരാണ്? ഞാനാണ് ഈ പരത്ത് അല്ല, ഞാൻ നോക്കിയാൽ മതി അല്ലേ. സെൽഫ് സെന്റേർഡ് ആവരുത് നമ്മൾ ആരും. പരസ്പരം പങ്കുവെച്ചുകൊണ്ട് വേണം നമ്മൾ കഴിയാൻ. അപ്പൊ ഞാൻ ആരെയും, എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി, വാപ്പമാരെ മാത്രമായിട്ട് പറഞ്ഞു, അതൊന്ന് ന്യൂട്രൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ രണ്ടാമത് പറഞ്ഞത്. ഇവിടെ നമുക്കൊന്ന് ഫ്ലെക്സിബിൾ ആവാം. എന്താ ഫ്ലെക്സിബിൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഞാൻ സ്പീഡ് കൂടുന്നുണ്ടോ പറയണത്? നമുക്ക് ലിമിറ്റഡ് ടൈമുള്ളൂ, അതിൻ്റെ ഉള്ളിൽ കുറച്ച് കണ്ടന്റ് പറഞ്ഞു തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമുക്കൊക്കെ അറിയുന്ന ചരിത്രമായിരിക്കും. അറിയുന്നവരൊന്ന് പൊടി തട്ടിയെടുക്കുക, ഇല്ലാത്തവരുടെ അടുത്ത് ഇതൊരു അറിവിലാക്കിയായിട്ട് കിടന്നും ചെയ്തോട്ടെ. ഒരിക്കല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലിക്കോളൂട്ടോ. അവിടുന്ന് പോണതിന് മുന്നേ എത്രത്തോളം സ്വലാത്ത് നമുക്ക് ചൊല്ലാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ, മിണ്ടാണ്ടിരിക്കേണ്ട ആരും. റസൂല് നമസ്കരിക്കുന്ന സമയത്ത് സുജൂദിൽ നിന്നും എണീക്കാൻ കുറച്ച് സമയം എടുത്തു. ചിലപ്പം ഭൂരിഭാഗം ആളുകൾക്ക് അറിയുന്നതായിരിക്കും. സ്വഹാബികൾ ചോദിച്ചു, റസൂലെ അങ്ങ് എന്താണ് ഇന്ന് ഇത്രത്തോളം സുജൂദ് അധികരിപ്പിച്ചത് എന്നുള്ളത്. ആ നിസ്കാരത്തിന്റെ ഇടയിൽ ആരോ എണീറ്റ് നോക്കിയെന്നും പല ചരിത്രങ്ങളിൽ, അതായത് വ്യത്യസ്ത ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ അതിനകത്ത് കേൾക്കുന്നുണ്ട്, അതിനകത്ത് ആരോ എണീറ്റ് നോക്കി അത്രത്തോളം സുജൂദ് ദീർഘിപ്പിച്ചു എന്നാ പറയണേ. അപ്പൊ റസൂല് പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഹസൻ ഹുസൈനുന്റെ തോളത്ത് കളിക്കായിരുന്നു, അവരെ പ്രയാസപ്പെടുത്തിയോണ്ട് എനിക്ക് എണീക്കാൻ തോന്നിയില്ല എന്നുള്ളത്. ആരാ? ഹസൻ ഹുസൈനും റസൂലുള്ളാന്റെ പേരക്കുട്ടികൾ അല്ലേ. ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഈ ഒരു സംഭവം നമ്മുടെ വീട്ടിലാണ് നടന്നിട്ടുള്ളത് എന്ന് വിചാരിക്കാം. എന്തായിരിക്കും ഉണ്ടാവുക? ആ മുണ്ടങ്ങണ്ട് വലിച്ചോണ്ട് കുത്തും, എന്നിട്ട് പറയും
അല്ല പെമ്പറന്നോളെ, ഞാൻ അവിടെ നിസ്കരിക്കാൻ കയറിയത് കണ്ടിട്ടില്ലായിരുന്നു. ആ കുട്ടികളെ മുഴുവനായി കൂടെ കിടന്ന് കളിക്കായിരുന്നു. ഒന്നിന്റെ മുതുകത്ത്, ഒന്നാ മുസല്ലിയില്. എന്നാ അനക്കൊന്നും കണ്ട് നോക്കിയാല് പറയാറില്ലേ നമ്മളിൽ പലരും? ഉമ്മമാരും പറയാറുണ്ടാവും അല്ലേ? ചിലപ്പോൾ പെമ്മക്കളൊക്കെ ഇങ്ങനെ വിരുന്ന് വാർക്കാൻ വേണ്ടി വീട്ടിലേക്ക് വരുമ്പോൾ അപ്പോഴായിരിക്കും ലാവിഷായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. മറ്റിടത്തൊക്കെ ആകുമ്പോൾ നമ്മൾ മക്കളെ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കും. ഇജ്ജ് വന്നു കഴിഞ്ഞാൽ അതാ അവസ്ഥ. ആ കുട്ടി ചോറൊക്കെ തിന്ന് ആ മേനും കൊണ്ടാണ് ഞാൻ നിസ്കരിച്ചിങ്ങോട്ട് വന്നിരിക്കണേ എന്ന് പറയണ ഉമ്മമാരില്ലേ? ഇവിടെയാണ് ക്ഷമ എന്ന രണ്ടക്ഷരത്തിന്റെ അർത്ഥവും ആഴവും നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളോട് മതം പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ദേഷ്യം വന്നാൽ നീ നിൽക്കുകയാണെങ്കിൽ നീ ഇരിക്കണം. എന്നിട്ട് നിന്റെ കോപത്തെ നിനക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നീ പോയി ഒന്ന് കിടക്കുക. എന്നിട്ടും നിനക്ക് നിന്റെ കോപത്തെ ക്ഷമിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പോയി വുളു എടുത്ത് 2 റക്അത്ത് നമസ്കരിക്കുക. നിന്റെ ശരീരത്തിന്റെ താപത്തെ, ആ ചൂടിനെ നീ ഒന്ന് തണുപ്പിക്കുക എന്നുള്ളത്. ഇവിടെ നമ്മളിൽ എത്ര പേര് അങ്ങനെ ചെയ്യാറുണ്ട്? എനിക്കും നിങ്ങൾക്കൊക്കെ കോപം വരാറില്ലേ? നമുക്ക് ദേഷ്യം വരുമ്പോ നിൽക്കുന്ന നമ്മൾ ഇരിക്കുകയാണോ ചെയ്യില്ല, അതോ ഇരിക്കുന്ന നമ്മൾ പെടഞ്ഞ് എണീക്കുകയാണോ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ബന്ധങ്ങളിൽ മറ്റൊന്നാണ് വിശ്വാസം എന്ന് പറയുന്നത്. പരസ്പരമുള്ള വിശ്വാസം, ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലുള്ള വിശ്വാസം, മാതാപിതാക്കൾക്ക് മക്കളുടെ മേലുള്ള വിശ്വാസം, മക്കൾക്ക് അവരുടെ രക്ഷിതാക്കളുടെ മേലുള്ള വിശ്വാസം. ഈ വിശ്വാസമെല്ലാം നമ്മൾ എത്രത്തോളം നിലനിർത്താറുണ്ട്? ചെറിയ ഒരു കളവിൽ തുടങ്ങി പരസ്പരം കബളിപ്പിച്ചു കൊണ്ടുപോകുന്ന എത്ര കുടുംബങ്ങൾ നമുക്കുണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്, നമ്മൾ ഈ പഠനമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഗെറ്റ് ടുഗദർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അല്ലേ? നമ്മൾ ഹൈസ്കൂളിൽ LP UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി +2 ഡിഗ്രി ഈ കാലഘട്ടത്തിലെ കുട്ടികളൊക്കെ ഒന്ന് കൂടിയിട്ട് നമ്മുടെ പഴയ ഓർമ്മകളും മറ്റുമൊക്കെ ഒന്ന് അയവിറക്കും. വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കും. ഇതിൽ നിന്നും നമ്മുടെ പണ്ടത്തെ ക്രഷിന്റെ നമ്പർ നമ്മൾ ഒപ്പിക്കും. ഇപ്പോഴത്തെ ജനറേഷനിലെ ആൾക്കാർ ക്രഷ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ മനസ്സിലാവും അല്ലേ? എന്നിട്ട് പരസ്പരം സ്നേഹിച്ചും ഇണങ്ങിയും സംസാരിക്കേണ്ട ഒരു ഇടമുണ്ട് നമ്മുടെ വീട്ടില്. ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹം പങ്കിട്ട് കഴിയേണ്ട ഒരു ഇടമാണ് മണിയറ എന്ന് പറയുന്നത്. ആ മണിയറയ്ക്കകത്ത് വിരിച്ചിട്ടൊരു കട്ടിലുണ്ട്. ആ കട്ടിലിന്റെ 2 അറ്റത്തേക്ക് തിരിഞ്ഞു നിന്ന് ചൂടും ചൂരുമില്ലാത്ത വാട്സപ്പ് പേജിലേക്ക് നമ്മളിൽ എത്ര പേർ മെസ്സേജ് അയക്കാറുണ്ട്? പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ, പങ്കുവെക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ഞാൻ അടക്കമുള്ള പുതിയ തലമുറ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ നമ്മളായി മക്കളോട് പറയണേ ഈ അത് ചെയ്യേ, ഇത് ചെയ്യേ എന്നുള്ളത്. നമ്മളിലേക്ക് ഒന്ന് നോക്കുക. നമ്മൾ ആരാണ്? നമ്മൾ എന്താണ്? നമ്മൾ ആ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് 2 വലിയ പാപങ്ങളാ. എന്താണെന്നറിയോ? ഒന്ന്, പവിത്രമായ പവിത്രമായ കരാറിനോടുള്ള തെറ്റ്, സ്വന്തത്തോടുള്ള തെറ്റ്. നിക്കാഹ് എന്ന് പറയുന്നത് കേവലം ഒരു 3 വാക്കല്ല, അതൊരു പവിത്രമായ കരാറാണ്. ആ കരാറിനോട് തെറ്റ് ചെയ്യുന്നവർ, സ്വന്തത്തോട് തെറ്റ് ചെയ്യുന്നവർ, എന്നിട്ട് പറയാം നമ്മളെ മക്കളോട്, എത്ര അയലൊക്കത്തെ കുട്ടീനെ കണ്ടു പഠിച്ചു നോക്കാം, ഒന്നനക്ക് നേരെ ആയിക്കൂടെയെന്ന്. തനിക്കില്ലാത്തതൊന്നും തന്റെ മക്കളിൽ നിന്ന് ആഗ്രഹിക്കാൻ പാടില്ല. ഒരു ഉമ്മയും ഒരു വാപ്പയും, എന്റെ ഉമ്മയ്ക്കും എന്റെ വാപ്പയ്ക്കും എന്താണോ ഉള്ളത് അതേ അവർ ഞാൻ അടക്കമുള്ള 5 മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. ഞാൻ ഒരു മകൾക്ക് ജന്മം കൊടുത്ത ഉമ്മയാണ്. എനിക്കെന്താണോ ഉള്ളത് അതേ എനിക്ക് എന്റെ മകളിൽ നിന്നും ആഗ്രഹിക്കാൻ പാടുള്ളൂ. നമ്മൾ പറയും, അവർക്ക് ഭാഗം കൊടുത്ത് ഒന്ന് പോയി ഉള്ളെടുത്ത് നിസ്കരിച്ചൊക്കെ പെണ്ണെ, അല്ലെങ്കിൽ ആ ഖുർആൻ എടുത്തിട്ട് ഓതിയ കൈ നേരത്തെ ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യാ? താത്താരിങ്ങനെ ഫോൺ എടുക്കുമാര്, നമ്മളെ അയൽക്കൂട്ടത്തിന്റെ മെസ്സേജ് ഉണ്ടാവും, ഓള് പുതിയ മാക്സിന്റെ തുണിയൊക്കെ അയച്ചു കൊണ്ടല്ലോ, ഇന്ന് പേത 150 ഉള്ള അത്രേ അല്ലേ? പറയണവരില്ലേ? ഏത് സമയം? ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ. നമ്മളിങ്ങനെ പറയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന 2 സമയങ്ങളാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, എനിക്ക് നിങ്ങളിൽ പലരെയും അത്രത്തോളം അറിവില്ല കേട്ടോ. പിന്നെ അറിയുന്ന കാര്യങ്ങൾ ഇങ്ങനെ പങ്കുവെക്കാന്നേ ഉള്ളൂ. സുബഹിക്ക് ശേഷമുള്ളതും ഇശാ മഗ്‌രിബിനിടയിലുള്ള സമയം പ്രാർത്ഥനയ്ക്ക് വേഗം ഉത്തരം കിട്ടുന്ന പറയും. ഈ സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മളെ വാട്സപ്പ് ചാറ്റ്. ഉപ്പമാരും അങ്ങനെ തന്നെ ആയിരിക്കും. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടാവും. മറുപടി കൊടുക്കുന്ന സമയമായിരിക്കും ഇശാ മഗ്‌രിബിന്. എന്നിട്ട് പറയാ, അനക്കാ മുസായിഫ് ഒന്ന് എടുത്തിട്ട് ഓതിയാൽ എന്താ? മക്കള് വാപ്പയെയും ഉമ്മയെയും കണ്ടു പഠിക്കണം. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഉപ്പ എങ്ങനെയാ ജീവിക്കണം, അങ്ങനെയാ മക്കള് വളരുക. പരസ്പരമുള്ള വിശ്വാസം. തിരിച്ചു വരാം നമുക്ക്. ആ വിശ്വാസം നമ്മൾ ആരും തെറ്റിക്കാൻ പാടില്ല. നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്താണ് ദീന്, ഞാൻ എന്തിനാ പടച്ചോൻ എന്തിനാ ദുനിയാവ് അയച്ചിരിക്കുന്നത്? വെറുതെ ഇങ്ങനെയൊക്കെ ജീവിക്കാനാണോ? എന്നിൽ എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടോ? ആ ഉത്തരവാദിത്തങ്ങൾ ഞാൻ എത്രത്തോളം നിറവേറ്റി എന്ന് ആത്മവിശകലനം നടത്തുന്നത് നല്ലതാണ്. ഒരിക്കൽ നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോവുകയാണ്. ശത്രുക്കൾ റസൂലുള്ളാഹിന്റെ കയ്യിൽ അമാനത്തുകൾ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുമായിരുന്നേ. നമ്മൾ ആരുടെ കയ്യിൽ അമാനത്തുകൾ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുക? നമുക്ക് അത്രയും വിശ്വാസമുള്ള ഒരാളുടെ കയ്യിൽ അല്ലെ? ശത്രുവിന്റെ കയ്യിൽ അമാനത്ത് സൂക്ഷിക്കാൻ നമുക്ക് ഇന്നത്തെ കാലത്ത് വല്ല ധൈര്യമുണ്ടോ?
അങ്ങനെ ഒരു ശത്രു ഉണ്ടോ അല്ലേ? അത്രയും വിശ്വസിക്കാൻ പറ്റുന്ന ശത്രു. എന്നാൽ റസൂലുള്ളാഹുവിനെ ശത്രുവായി കണ്ടിരുന്ന ഖുറൈശി വർഗത്തിലുള്ള ആളുകള് റസൂലുള്ളാഹിന്റെ കയ്യിലായിരുന്നു അമാനത്തുകൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നത് എന്നാ പറയുന്നത്. ഈ ഖുറൈശികളാണ് അൽ അമീൻ എന്ന റസൂലിനെ പേരിട്ട് വിളിച്ചത്. എന്താ അൽ അമീൻ എന്ന് പറഞ്ഞാൽ? സത്യസന്ധൻ. ഹിജ്റ പോകുന്ന സമയത്ത് റസൂലുള്ളാഹി കുറച്ച് വൈകിയത് തന്റെ കയ്യിൽ ഭദ്രമായി ഏൽപ്പിച്ച അമാനത്തുകൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കാനായിരുന്നു. ഈ ശത്രുക്കൾ കാരണമല്ലേ റസൂലുള്ളാഹിക്ക് ജനിച്ച മണ്ണ് വിട്ട് പോവേണ്ടി വരുന്നത്? എന്തിനാ ഇത്ര വിശ്വാസം കാണിക്കുന്നത്? അവര് കാരണമല്ലേ ആ മക്ക വിട്ട് മദീനയിലേക്ക് റസൂലിന് പോവേണ്ടി വന്നത്. പക്ഷെ റസൂൽ എന്താ ചെയ്തത്? എന്നെ വിശ്വസിച്ച് എന്റെ പക്കൽ അമാനത്തേൽപ്പിച്ച ആളുകളുണ്ട്, ഞാനത് തിരിച്ചു കൊടുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. റബ്ബ് നാളെ എന്നോട് ചോദിക്കും, ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥയാണ് എന്നുള്ളത്. ഇവിടെയാണ് വിശ്വാസം എന്ന വാക്കിനെ അന്വർത്ഥമാക്കുന്നത്. നമ്മളിൽ എത്ര പേർ പരസ്പര വിശ്വാസം കൈവരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് നിലനിർത്താൻ ശ്രമിക്കാറുണ്ട്? നമുക്കൊക്കെ നമ്മുടെ മക്കളെ ഭയങ്കര വിശ്വാസം അല്ലേ? എന്റെ മോക്ക് 6 വയസ്സായി, എനിക്കുള്ള ഭയങ്കര വിശ്വാസം. കുഞ്ഞു പൈതല ഒന്നുമില്ല, കുറച്ച് കഴിഞ്ഞാലും നാട്ടുകാരെന്ത് പറഞ്ഞാലും ഇല്ല, എനിക്ക് എന്റെ കുട്ടിയുടെ വിശ്വാസമായിരിക്കും. അതാണ് പൊതുവേ നമ്മുടെ രക്ഷിതാക്കളുടെ ഒരു അവസ്ഥ അതാണ് അല്ലേ? അല്ലെങ്കിൽ കുട്ടികൾക്ക് വാപ്പാരിമാരൊക്കെ വിശ്വാസം, നമുക്ക് പുറമെ എന്തൊക്കെയോ ഒരു മൂട്ടുപടൽ ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ ഒരിക്കൽ ഈ ഒരു റമളാൻ മാസത്ത് 2ാമത്തെ 10-ാണെന്നാണ് എൻ്റെ ഓർമ്മ, കോഴിക്കോടുള്ള ഒരു അധ്യാപികയുടെ ഒരു വോയിസ് മെസ്സേജ് കേൾക്കാൻ ഇടയായി. അതിൽ അധ്യാപിക പറയുന്നുണ്ട്, 8ാം ക്ലാസ് തൊട്ട് +2 ക്ലാസ് വരെയുള്ള പെൺകുട്ടികൾക്കുള്ള ഒരു ക്യാമ്പാണ് അവിടെ ആ അധ്യാപികയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. അവിടെ ആ ക്യാമ്പിന്റെ ഒരു സെക്ഷനായിട്ട് ടീച്ചർ കൊടുത്തത്, നിങ്ങളുടെ കൽബിൽ, നിങ്ങളുടെ മനസ്സിൽ ഉത്തരം കിട്ടണം എന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ആരോടെങ്കിലും പറയണമെന്ന് തോന്നുന്ന കാര്യമുണ്ടെങ്കിൽ നിങ്ങളൊരു പേപ്പറിൽ എഴുതാം, പേരൊന്നും എഴുതണ്ട, എനിക്ക് തന്നോളൂ എന്നുള്ളത്. കുട്ടികള് കുറേ പേര് എഴുതിയത് വായിച്ച ടീച്ചർ തരിച്ചുപോയി എന്നാ പറയണേ. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ ഒന്നും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉമ്മത്തീങ്ങളാണ്, മുസ്ലിം പെൺകുട്ടികൾക്കാണ് ഈ ക്യാമ്പ് കൊടുക്കുന്നത്. +2-ലുള്ള ഒരു പരിധി വരെയുള്ള കുട്ടികളും ബിയർ കുടിക്കുന്നുണ്ടത്രേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പണ്ട് കാലങ്ങളിൽ വേലയ്ക്ക് പള്ളിപ്പറമ്പെന്നായിരുന്നു അല്ലെങ്കിൽ അമ്പലപ്പറമ്പെന്നായിരുന്നു ആ മണം കിട്ടിയിരുന്നത്. ഇന്ന് മണം അറിയില്ല കേട്ടോ, അത് വേറെ കാര്യം. കുറച്ചു കാലം മുമ്പ് വരെ കള്ളു കുടിച്ച സ്മെല്ലുണ്ടെങ്കിൽ നമുക്ക് അടുത്തേക്ക് പറയുന്നത് അതും അറിയില്ല. അത്തരം സാധനങ്ങളാണ് ഈസി ആക്സസ്, എപ്പോൾ വേണമെങ്കിലും നമുക്ക് കിട്ടും. ആ ഒരു സിറ്റുവേഷൻ, അങ്ങനെ ഒരു സൊസൈറ്റി കൂടിയാണ് നമ്മൾ പോകുന്നത്. കുട്ടികൾ ബിയർ കുടിക്കുന്ന പറയണേ. വിശ്വസിച്ച് നമ്മളെ മക്കളെ പറഞ്ഞയക്കുക പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവർ പറഞ്ഞ ഒരു കാര്യം എന്താണെന്നറിയോ? ഇപ്പൊ ഞാൻ നിങ്ങളോട് കുറച്ചു മുമ്പ് ബന്ധങ്ങളെ കുറിച്ച് സംസാരിച്ചാൽ, ഇത്രയും ഞാൻ ബന്ധങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്. ഈ ഒരു കാര്യം ഞാൻ കൗമാരപ്രായക്കാരായ കുട്ടികളുടെ മുമ്പ് പോയിട്ട് ഒരു ദിവസം ഇതേ വിഷയം റിലേഷൻഷിപ്പ് എന്ന ഒരു വാക്ക് വെച്ച് സംസാരിച്ചു തുടങ്ങി. കുട്ടികൾക്കൊക്കെ ഒരു മടി, ഒരു തലതാത്തലും, ഒന്ന് നോട്ടും. കാരണം എന്താ? ഇവര് മനസ്സിലാക്കുന്ന റിലേഷൻഷിപ്പ് ഓപ്പോസിറ്റ് സെക്സിനോട് തോന്നുന്ന, അതായത് പെൺകുട്ടിക്ക് ആൺകുട്ടിയോടും ആൺകുട്ടിക്ക് പെൺകുട്ടിയോടും തോന്നുന്ന താല്പര്യമാണ്. അവർക്കറിയില്ല ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഉപ്പയോടുള്ളത്, എൻ്റെ ഉപ്പയ്ക്ക് എൻ്റെ ഉമ്മയോടുള്ളത്, എൻ്റെ ഉമ്മയ്ക്ക് എൻ്റെ ഉപ്പയോടുള്ളത്, ഞങ്ങൾക്ക് തമ്മിൽ പരസ്പരമുള്ള സ്നേഹമാണ് എന്ന് ചിന്തിക്കാൻ മക്കൾക്ക് കഴിയുന്നില്ല. അവിടെയും തെറ്റുപറ്റിയിരിക്കുന്നത് നമുക്കാണ്. ഞാൻ ഈ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇപ്പോ സ്ട്രെയിറ്റ് ആണ് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ഫാഷൻ ആണ്. എന്താ അറിയോ സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ? പെൺകുട്ടിക്ക് ആൺകുട്ടിയോട് തോന്നുന്ന ഇഷ്ടം, ആൺകുട്ടിക്ക് പെൺകുട്ടിയോട് തോന്നുന്ന ഇഷ്ടം. ഇതൊന്നും ഇല്ലാത്തതല്ല. ഇത് പ്രത്യേകിച്ച് കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്ക് ഞാൻ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് പറയുന്നത്. കെട്ടുപൊട്ടിയ പട്ടം പോലെ ഇങ്ങനെ പാറി കളിക്കുന്ന പ്രായ, ടീനേജ് എന്ന് പറയുന്നത്, ആ സമയത്ത് ഇത് ഉണ്ടാവും. അതിനെ ഡൈവേർട്ട് ചെയ്ത് കളയിലാണ് രക്ഷിതാക്കളുടെയും കുട്ടികളുടെയൊക്കെ മിടുക്ക് എന്ന് പറയുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള താല്പര്യമാണെങ്കിൽ അവർ സ്ട്രെയിറ്റ് ആണ്, അത് ഔട്ട് ഓഫ് ഫാഷൻ ആണെന്നാ പറയാ. ഒരു പെൺകുട്ടിക്ക് പെൺകുട്ടിയോട് തോന്നുന്ന, അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് ആൺകുട്ടിയോട് തോന്നുന്ന താല്പര്യമാണ് ഇപ്പൊ ട്രെൻഡ്. പെൺകുട്ടിയോട് ചോദിച്ചത്ര, എന്നിട്ട് ടീച്ചർ എന്റെ മക്കളെ നിങ്ങളെ കൽബ് മനസ്സ് ഇങ്ങനെ പോവാൻ കാരണം? കുട്ടികൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഇന്നത് ബക്ക് പകരം ഒരു ആൺകുട്ടിയാണെങ്കിൽ എൻ്റെ ഉമ്മാക്കും എൻ്റെ ഉപ്പാക്കും ഓനൊപ്പം പറഞ്ഞയക്കാൻ ഒരു ബേജാറാണ്. ഓനൊപ്പം പോകണ്ട, ഓൻ ആൺകുട്ടിയല്ലേ, പോകാൻ പറ്റൂല, അവിടെ ഇരിക്കാൻ പറ്റൂല, എന്താ എന്നെ പോലത്തെ എല്ലാ കുട്ടികൾക്കും എന്താ ക്ലാസ് കണ്ട് എഴുതി തന്നാ പിന്നെ സെമിനാറിന് അങ്ങോട്ട് ഇങ്ങോട്ട് അറിഞ്ഞ് മാൾക്കും മറ്റും നടക്കണ കാര്യങ്ങളാണ് ഞാൻ കണ്ട കാര്യങ്ങളാണ് പറയുന്നത്. കുട്ടികൾ നോട്ട് എഴുതാൻ മാളുകളിൽ പോയിട്ട് കോഫി ടേബിളിലൊക്കെ പോയിരുന്ന് എഴുതും നോട്ട് എഴുതുന്നത്. പണ്ട് കാലങ്ങളിലെ 4 വട്ടം കയ്യും കാലം പിടിച്ചാലായിരിക്കും എൻ്റെ അമ്മ എന്നെ മേഘന്റെ വീട്ടിൽ പറഞ്ഞേക്കുക. മേഘ എന്ന് പറഞ്ഞ എൻ്റെ കളിക്കൂട്ടുകാരിയാണ്, ഞങ്ങൾ ഒരുമിച്ച് നോട്ട് എഴുതുന്നത്. ഇന്ന് കുട്ടികൾക്ക് ആ പ്രശ്നമൊന്നുമില്ല. അപ്പോ ഓൻ്റെ ഒപ്പം പറഞ്ഞയക്കാൻ പ്രയാസാന്നാ പറയണേ, അല്ലെങ്കിൽ പേടിയാ ഓളൊപ്പം പറഞ്ഞയക്കാൻ അതില്ലാന്ന്. കാരണം രണ്ടും പെൺകുട്ടികളല്ലേ. എൻ്റെ ഉമ്മമാരെ, എൻ്റെ ഉപ്പമാരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഫിത്തനകളുടെ കൂമ്പാരം നിറഞ്ഞൊരു കാലത്താ ഞാനും നിങ്ങളും ഒക്കെ കഴിയുന്നത്. എനിക്കുള്ളതൊരു മോളാ, ഞാനും ഒരു പെൺകുട്ടിയാ. മരണം വരെ എന്നെയും നിങ്ങളുടെയും പിന്നാലെ കൂടുന്ന ഒരു സാധനമുണ്ട്, ചെകുത്താൻ അല്ലേ. ആ ചെകുത്താന്റെ പിടിവലയിൽ നിന്ന് നമ്മൾ നമ്മുടെ മക്കളെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നല്ല പണിയാ. അപ്പൊ ഓളെ കൂടെ പറഞ്ഞയക്കാൻ
ഉമ്മാക്കും ഉപ്പാക്കും വലിയ പേടിയൊന്നും ഇല്ലാന്ന്. 18 വയസ്സ് കഴിഞ്ഞ് ഉമ്മേന്റെ ഉപ്പേന്റെ വാക്കിന് വല്ല വിലയുണ്ടോ? പിന്നെ അവരവരുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും ആയിട്ട് പോവുക. നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ പെൺകുട്ടികൾ പെൺസുഹൃത്തുക്കൾ കടന്നു വരാറില്ലേ? വാതിലടച്ചിരിക്കാറില്ലേ? നമ്മൾ ആലോചിക്കാറുണ്ടോ അതിൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളത്? അത്തരം പ്രായത്തിലുള്ള കുട്ടികളുമായി നന്നായിട്ട് ഇടപെട്ട് വന്നതിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. ഇനിയും നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്കൊരു പക്ഷേ വരുന്ന അതിന്റെ തിരിച്ചടികൾ താങ്ങാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് റസൂല് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു പുതപ്പിന്റെ താഴെ 2 പെൺകുട്ടികൾ കിടക്കാൻ പാടില്ല എന്നുള്ളത്. എൻ്റെ ഉമ്മമാരും ഉപ്പമാരും 20 വർഷം മുമ്പേക്കൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളിങ്ങനെ ആലോചിക്കുക, എന്താ ഒരു പുതപ്പിന്റെ അടിയിൽ 2 പെൺകുട്ടികൾ കിടന്ന സംഭവിക്കാൻ പോണ്, എന്തിനാ ഇപ്പൊ റസൂൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്ന്. ഇന്ന് ഈ ഒരു കാലഘട്ടത്ത് അതിന്റെ അർത്ഥം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെ? എന്തുകൊണ്ടാണ് റസൂൽ അങ്ങനെ പറഞ്ഞത് എന്നുള്ളത്. ലിബറലിസത്തിന്റെ പേരും പറഞ്ഞ് നമ്മൾ നമ്മുടെ മക്കളെ സ്വാതന്ത്ര്യവും പറഞ്ഞ് അഴിച്ചു വിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് തിരിച്ചു തരുന്നത് നമ്മൾ എന്താണോ അവരിൽ നിന്നും പ്രതീക്ഷിച്ചത് അതായിരിക്കില്ല എന്നുള്ളതാണ്. ആദ്യ വിദ്യാലയം എന്ന് പറയുന്നത് വീടാണെന്ന് പറയുമ്പോൾ ഉണ്ണാനും മുടുക്കാനും നടക്കാനും പഠിക്കുന്ന ഇടം മാത്രമല്ല വീട് എന്ന് പറയുന്നത്. ദീൻ എന്താന്ന് പറഞ്ഞു കൊടുക്കണം. ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഒരുപാട് ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് മതം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരുപക്ഷെ എൻ്റെ അറിവ് കുറവുകൊണ്ടായിരിക്കും, എനിക്ക് പറഞ്ഞു തരണം കേട്ടോ, ഞാൻ കേട്ടിട്ടില്ല. ഉസ്താദിന്റെ കടമകൾ ഇതാണ്, ഉസ്താദ് ഇത് നിർവഹിക്കണം, ഉസ്താദ് ഇത് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞ് ഏതെങ്കിലും കിതാബിൽ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ ഉപ്പമാരുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഒരു പക്ഷേ ഞാൻ വായിച്ചറിയാത്തത് കൊണ്ടായിരിക്കും, ഞാനാണ് ശരിയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. പകരം കേട്ടിട്ടുണ്ട്, ഉമ്മ നിന്റെ ഉത്തരവാദിത്തങ്ങൾ ഇതാണ്, വാപ്പ ഇതാണ് നിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്ന്. ഒരാളുടെ വളർച്ചയും വികാസവും കുടുംബ ബന്ധങ്ങളിലൂടെ മാത്രമേ പൂർണ്ണമാവുകയുള്ളൂ. ഏതൊരു ബന്ധത്തിനും ഒരു പവിത്രത വേണം. ആ പവിത്രത എത്രത്തോളം നമ്മൾ കൈവരിച്ചു എന്നതിലാണ് കാര്യം. സമകാലിക ലോകത്ത് ബന്ധങ്ങളുടെ പവിത്രത ശരിക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉമ്മയെ ഉമ്മയായും ഉപ്പയെ ഉപ്പയായും കുട്ടികൾ അവരുടെ മക്കളായും വളർന്നാൽ മാത്രമേ ആ ഒരു പവിത്രത നമുക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു, കുടുംബം എന്ന് പറയുന്നത് രക്തബന്ധങ്ങളിലൂടെയും സ്ഥാപിതമായ ബന്ധങ്ങളിലൂടെയും ഉള്ളതാണ് എന്നുള്ളത്. ഈ കാലഘട്ടത്ത് ഒരു മാതാവിന്റെ ജീവിത ദൗത്യം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഇപ്പൊ നമുക്കറിയാം, എന്താ, കല്യാണമൊക്കെ കഴിഞ്ഞ് ഒന്ന് വിശേഷമൊക്കെ ആയി കഴിഞ്ഞാൽ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് അല്ലേ? നമ്മൾ വയറൊക്കെ കാണിച്ച് അല്ലെങ്കിൽ അതിങ്ങനെ പ്രൊജക്ട് ചെയ്യുന്ന രീതിയിൽ ആൺകുട്ടിയുടെയോ പെൺകുട്ടിയുടെയോ ചെരുപ്പോ ഡ്രസ്സോ വെച്ച് ഒരു മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് ആർക്ക് നോക്കിയാലും യൂട്യൂബിൽ കാണും അല്ലേ? അതിങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട്, ആയിക്കോട്ടെ, ആ ഒരു അനുഗ്രഹം പടച്ചോൻ തന്നെ എൻജോയ് ചെയ്തോട്ടെ. അതിന്റെ രീതി വഴിതെറ്റി പോകരുത്. ആ സമയത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, അല്ലാ ഞാൻ എത്ര ഭാഗ്യവാൻ, എനിക്കൊരു ഉപ്പയാവാനുള്ള ഭാഗ്യം അല്ല തന്നു. ഇനി ഞാൻ ചിന്തിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാമാണ് എന്നാണ്. എൻ്റെ ഉമ്മയും ചിന്തിക്കണം എൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണ് എന്ന്. ഇന്നത്തെ തലമുറയിലെ ഉമ്മമാരും ഉപ്പമാരും ഇതറിയുന്നുണ്ടോ എന്നതാണ് സംശയം. ഞാൻ ആരാണ്, എന്റെ കടമ എത്രത്തോളമാണ്, എന്റെ ശ്രദ്ധ എന്റെ കുടുംബത്തിൽ ഇല്ലാതായി പോയാൽ വരാനിരിക്കുന്ന പോരായ്മകൾ എന്തെല്ലാമാണ് എന്നുള്ളത് നമ്മളൊരു ആത്മവിശകലനം നടത്തണം. നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നതിൽ കൂടുതലും പെണ്ണുങ്ങളാണ്. ഒരു പക്ഷേ ആണുങ്ങളൊക്കെ പല നമുക്ക് ഉണ്ണാനൊക്കെ വേണ്ടിയിട്ട് അവിടെയുള്ള ഓരോ പണിത്തിരക്കിലായിരിക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഉമ്മമാരെ, നമ്മൾ കേട്ടിട്ടുണ്ട് ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിൽ ആ സ്വർഗം എന്ന്. ഞാനത് മദ്രസന്ന് പഠിച്ചു വന്ന അന്ന് നേരെ പോയിട്ട് എൻ്റെ ഉമ്മാന്റെ കാലിന്റെ അടി ഒന്ന് നോക്കിയത്. കാരണം അന്ന് ബോധമല്ലല്ലോ, ഉമ്മ കാലിന്റെ ചുവട്ടിൽ ചളി മാത്രമേ ഉള്ളൂ, സ്വർഗ്ഗമല്ലല്ലോ, ഇത് എവിടെയാന്നുള്ളത്. അന്ന് എന്തോ വളരെ ഈ പറയുന്ന പോലെ രീതിയിൽ സർഗാത്മകമായിട്ട് അത് അങ്ങോട്ട് കഴിയുകയും ചെയ്യും. ഉമ്മാന്റെ മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്ന് പറയുമ്പോൾ ആ സ്വർഗം കൊണ്ട് നടക്കാനുള്ള യോഗ്യത നമുക്കുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് പടച്ചോൻ എത്രയോ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? 10 മാസം ഗർഭം ചുമക്കുന്നതിനും നൊന്ത് പ്രസവിക്കുന്നതിനും 2.5 വർഷം നമ്മൾ പാലൂട്ടുന്നതിനും പടച്ചോൻ നമുക്ക് തന്നിട്ടുള്ള കൂലികൾ ഒരുപാടാ. എന്നിട്ട് പറയാ ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിലാ സ്വർഗം എന്നുള്ളത്. നമ്മളിൽ എത്ര ഉമ്മമാര് ആ ഒരു അവകാശത്തിന് യോഗ്യരായിട്ടുള്ളവരുണ്ട് എന്നൊന്ന് ചിന്തിക്കും. ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് ഇന്നത്തെ തലമുറയിലെ ഉമ്മമാരോടാണ്. നമ്മളെ മക്കൾക്ക് പാല് കൊടുക്കുന്ന ഒരു സമയമുണ്ട് അല്ലേ? ആ സമയത്ത് നമ്മുടെ കുട്ടികളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കണം. അവരുടെ കണ്ണും നമ്മുടെ കണ്ണും വല്ലാതെ കണക്റ്റഡ് ആയിരിക്കും. നമ്മളിൽ എത്ര പേര് അവരുടെ മുടിയിടകൾ തലോടിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, പടച്ചോനെ എനിക്ക് തന്ന അനുഗ്രഹമാണല്ലോ ഇത് എന്ന്. നമ്മളെ കണ്ണപ്പം എങ്ങട്ടാ പോവാ? ഈ സ്ഥാനത്തേക്ക് അല്ലേ? അത്രയും നേരം പണിയും കാര്യം നോക്കിയിട്ട് നമ്മളൊരു ഭാഗത്ത് ഇങ്ങനെ പാലെടുക്കും, പിന്നെ നമ്മളെ വന്ന വാട്സപ്പിലേക്കും ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും ഒക്കെ ഒന്ന് നോക്കും. മനസ്സിരുന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എത്ര കണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഒരു ഉമ്മ വേണ്ട രീതിയിൽ അവളുടെ ദൗത്യം കുടുംബങ്ങളിൽ നിർവഹിക്കുന്നുണ്ടോ? നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ 10 മാസം കൊണ്ടെടുക്കണ്ടല്ലേ?
എന്നിട്ടോ പ്രസവിക്കണ്ട്, ഭക്ഷണം കൊടുക്കണ്ട്, പാലെടുക്കണ്ട്. കഴിഞ്ഞോ നമ്മുടെ ഉത്തരവാദിത്തം? ഇല്ല. തൻ്റെ മക്കളുടെ അടുത്തേക്ക് പോയി ഇരുന്ന് നമ്മൾ പറയണം, ഉപ്പ ആരാണെന്ന് ഉമ്മയിലൂടെ മക്കൾ കേൾക്കണം, ഉമ്മ ആരാണെന്ന് ഉപ്പയിലൂടെയും കേൾക്കണം. നമ്മളിൽ എത്ര പേർക്കറിയാം ഉപ്പ ആരാണ്, ഉമ്മ ആരാണ് എന്നുള്ളത്? ഊഷ്മളമായ ബന്ധങ്ങൾ നമുക്ക് ഒത്തിരി നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്കൊക്കെ എന്ത് ഉമ്മ എന്ത് വാപ്പ അല്ലെ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക്. ഞാൻ ഒരു ദിവസം കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചും എന്തെങ്കിലും ഒന്ന് എഴുതി തരുമെന്ന്. കുട്ടികൾ പേനെ പിടിച്ച് ഇങ്ങനെ കറക്കുക. എന്താ പറയാ? അതിനകത്ത് എഴുതിയ ഒരു വരിയുണ്ട്, എനിക്കത് ഓർമ്മയുണ്ട്. എന്തത്? അമ്മ അമ്മ പോരാളി. ഏതോ ഒരു KGF മൂവിത്തെ ഡയലോഗായിട്ട്, എനിക്ക് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ഇത് കുട്ടികൾ എഴുതി വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? വൈറൽ ആയിട്ടുള്ള ഒരു ഡയലോഗ് ആയതുകൊണ്ട് പലർക്കും ഓർമ്മയുണ്ടാവും. ഈ സദസ്സിൽ ഇപ്പൊ ഞാനത് എങ്ങനെയാ പറയാ അല്ലെ? ആ ഒരു മടി കൊണ്ടായിരിക്കും. ഏതായാലും കുട്ടികൾ എഴുതുന്ന മറുപടിയാണത്. അവർക്കറിയില്ല ഉമ്മ എന്താണ് ഉപ്പ എന്താണ് എന്നുള്ളത്. തൻ്റെ മാതാവ് നിന്നെ ഗർഭം ചുമന്ന സമയത്ത് ഓക്ക് ഇഷ്ടമുള്ളതൊന്നും കഴിച്ചിട്ടില്ല മോളെ. എൻ്റെ ഉമ്മ കുറെ ക്ഷീണിച്ചിരുന്നു, കുറെ ഛർദ്ദിച്ചിരുന്നു, കുറെ അവശയായിരുന്നു. എൻ്റെ ഉമ്മാന്റെ ശരീരത്തിന്റെ മുഞ്ചു പോയത് ഈ പറയുന്ന പോലെ തന്നെ ഗർഭം ചുമന്ന സമയത്താണ്. നമ്മളൊക്കെ ബോഡി JCB മാന്തിയ പോലെ ഇങ്ങനെ സ്ക്രാച്ചഡ് ആണ് അല്ലേ? അതൊരു അനുഗ്രഹമാണ്. നമ്മളിൽ എത്ര പേര് ഉപ്പമാര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മക്കൾക്ക് ഇതാണ് ഉമ്മ എന്നുള്ളത്. എന്നാലും ഇനി ഉപ്പമാരത് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിലും ഇന്നത്തെ കാലത്ത് മാതാവ് എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഇന്ന് പല വഴികളുണ്ട്. തിരിച്ച് ഞാൻ ഉമ്മമാരോടൊന്ന് ചോദിച്ചു നോക്കട്ടെ, നിങ്ങളിൽ എത്ര പേര് പറഞ്ഞിട്ടുണ്ട് മക്കളെ ബാപ്പ ഇതാണ് എന്നുള്ളത്? ഞാൻ കഴിഞ്ഞ റമദാൻ മാസം മഞ്ചേരി ബസ് സ്റ്റാൻഡിൻ്റെ കൂടെ പുതിയ സ്റ്റാൻഡിൻ്റെ അവിടെ നിൽക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തെ അറിയില്ല. അദ്ദേഹം ഇസ്ലാം മത വിശ്വാസിയാണോ, നോമ്പെടുത്തിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. പക്ഷെ എനിക്ക് തോന്നി അദ്ദേഹം ഒരു ഇസ്ലാം മത വിശ്വാസിയാണെന്ന് തോന്നിയ തോന്നൽ ശരിയാവണമെന്നില്ല, തോന്നലേ പാടില്ല എന്നാണ് പറയാറ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ബസ്സിൻ്റെ അവിടെ പേര് ബോർഡ് ഉണ്ടാവുമല്ലോ, നെയിം ബോർഡ് ഉണ്ടാവുമല്ലോ, ആ നെയിം ബോർഡ് മാറ്റി വെച്ചിട്ട് ആളുകളെ വിളിച്ചു കൂട്ടുകയാണ് ആ ബസ്സിലേക്ക്. എന്നിട്ട് ആ ബസ് ആ സ്റ്റാൻഡിൽ നിന്നും എടുത്തിങ്ങനെ വളഞ്ഞു പോകുമ്പോൾ തല ഒന്ന് പുറത്തേക്കിട്ട് കുറച്ച് വെള്ളം ഇട്ട് മുഖത്ത് കഴുകി വായയ്ക്ക് വെള്ളം ഒഴിച്ചു ഒന്ന് കുലുക്കുഴിഞ്ഞു. ആ മനുഷ്യൻ ആ വെള്ളം കുടിക്കുന്നത് ഞാൻ കണ്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് തോന്നിയത് ചിലപ്പോൾ നോമ്പിലായിരിക്കും എന്നുള്ളത്. നമ്മളിൽ എത്ര കുട്ടികൾക്കറിയാം, നേരം വെളുത്തു കഴിഞ്ഞാൽ കണ്ടക്ടർ ജോലിക്ക് പോകുന്ന എത്രയോ പേരുണ്ട്, കൂലിപ്പണിക്ക് പോകുന്ന എത്രയോ ഉപ്പമാരുണ്ട്. എങ്ങനെയാണ് നമുക്ക് അവർ ഉണ്ണാനും മുടുക്കാനും കൊണ്ടു തരുന്നത് എന്ന് ഈ പറയുന്ന ഉമ്മമാര് മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഉപ്പമാരുടെ കയ്യൊക്കെ ഒന്ന് ഇങ്ങനെ തൊട്ട് നോക്കുക. ഇടക്ക് തഴമ്പ് ഒരു ഒര ഉണ്ടാവും. എന്താ പറയാന്നറിയോ? അത് ആണുങ്ങളെ കയ്യ് പൊതുവേ അങ്ങനെയാണ് അല്ലേ, ഒരു ഒര ഉണ്ടാവും. അതല്ല, നമുക്ക് ഉണ്ണാനും മുടുക്കാനും തന്നതിന്റെ അടയാളമാണത്. ഉമ്മമാർക്ക് നമ്മുടെ ഓരോ അധ്വാനത്തിനെ കുറിച്ച് ഒരു ഉമ്മ മാതാവ് എങ്ങനെയാണ് ഗർഭം ചുമക്കുന്നതെന്നും പ്രസവിക്കുന്നതെന്നും ഘോരഘോരം പ്രസംഗിച്ചും പറഞ്ഞു തരാനും സമൂഹം ഇവിടെ ഉണ്ട്. എവിടെയെങ്കിലും നമ്മുടെ ഉപ്പമാരുടെ അധ്വാനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വാപ്പമാരുടെ മുടിയൊക്കെ ഇങ്ങനെ കഷണ്ടിയായിട്ട് കാണാം അല്ലേ? എന്താ കാരണം എന്നറിയോ? ഞാൻ മനസ്സിലാക്കിയത് ശരിയാണ് എന്നുണ്ടെങ്കിൽ അത് വെള്ളം മാറിയതൊന്നുമല്ല, മുടി കുഴിച്ചിൽ വന്നതല്ല, ടെൻഷൻ വന്നിട്ട് മുടി കുഴിഞ്ഞു പോയതാണ്. നമ്മൾ പെണ്ണുങ്ങൾക്ക് കുറെ കിടങ്ങേർ വന്നാൽ കുറെ കരഞ്ഞു തീരും അല്ലേ? ഞാനുണ്ട് മാപ്പിളയും പിന്നെ ഞാൻ ചെറിയൊരു സൗന്ദര്യപ്പണക്കം ഉണ്ടായിരുന്നു, ഞാൻ കുറേ കരഞ്ഞു അടുക്കളയിൽ പോയിട്ട്. ഇവിടെയൊക്കെ എന്തോ ഒരു പിന്നെ വിഷയം നിസ്സാരമായിരിക്കും കേട്ടോ, എന്തോ ഞാൻ പറഞ്ഞ കാര്യം മൂപ്പരെന്തോ ഗൗനിച്ചില്ല എന്നുള്ളതാണ് വിഷയം. പക്ഷെ കുറച്ചങ്ങോട്ട് കരഞ്ഞപ്പോൾ എനിക്ക് സമാധാനം. പക്ഷേ ഉമ്മമാരും കരയണ നമ്മൾ കുറേ കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ഉപ്പൊന്നും ഒച്ചട്ടതിൻ്റെ പേരിൽ അല്ലെങ്കിൽ വേറെ എന്തിൻ്റെങ്കിലും പേരിൽ ഉമ്മമാര് കരയണ നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമ്മളെ വാപ്പമാര് കരയണ നമ്മൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ പറയുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന ഉപ്പമാരും, നിങ്ങൾക്കും സ്വന്തമായിട്ട് ഉപ്പമാരില്ലേ, അവർ കരയുന്ന നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? കരഞ്ഞിട്ടുണ്ടാവും, മുറി അടച്ചു പിടിച്ചിട്ട് അല്ലെങ്കിൽ വാതിലൊന്ന് അടച്ചു കുറ്റിയിട്ട്. പക്ഷെ നമ്മളത് കാണില്ല. അവരുടെ കണ്ണീർ, അവരവരുടെ ഇടങ്ങേറ് അങ്ങനെ കരഞ്ഞു തീർക്കില്ല. അതുകൊണ്ടാ കുറെ മുടി കൊഴിച്ചിലും മറ്റും ഉണ്ടാവുന്നത്. ഞാൻ കേട്ടെടുത്തോളം ഈ ആണുങ്ങൾക്ക് ഉണ്ടായ, ഞാൻ പിന്നെയും പറഞ്ഞു, ചിലപ്പോൾ എൻ്റെ അറിവ് തെറ്റായിരിക്കാം, ഞാൻ കേട്ടെടുത്തോളം ഈ ആണുങ്ങൾക്കുള്ള അത്ര അറ്റാക്ക് പോലെയുള്ള രോഗങ്ങൾ പെണ്ണുങ്ങൾക്ക് വല്ലാതെ വരണില്ല. കാരണം എന്താ, വിഷമം അങ്ങനെ ഉള്ളിൽ ഇങ്ങനെ അടുക്കി വെക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ ഞാൻ എൻ്റെ അയൽവാസിൻ്റെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു തുണി തുന്നിക്കാൻ വേണ്ടി പോയതാ. അപ്പം ഞാൻ എന്തോ ഒന്ന് ചോദിച്ചത് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അവർ പറഞ്ഞ മറുപടി ഇതാ, എന്താ താത്ത കാട്ടുക? അവരെന്നെ താത്ത നട്ട് വിളിക്കും. സത്യത്തിൽ എനിക്ക് അത്ര പ്രായമൊന്നുമില്ല, ഒരു 4 കുട്ടികളുമ്മയാണ്, എന്നാലും എന്നെ വിളിച്ചത് താത്താതാണ്. എന്താ താത്ത കാട്ടുക എന്നറിയില്ല, സ്കൂളൊക്കെ തുറക്കാനായില്ലേ, 5 കുട്ടികൾക്ക് ബുക്ക് വാങ്ങണം, പൊതി വാങ്ങണം, ഡ്രസ്സ് വാങ്ങണം. ഇന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്, ഞാനടങ്ങുന്ന 5 കുടുംബത്തിനെ എൻ്റെ ഉപ്പ എങ്ങനെയായിരിക്കും നോക്കിയിട്ടുണ്ടാവുക എന്നുള്ളത്. നമ്മൾ സത്യത്തിൽ അത് ചിന്തിക്കുന്നില്ല. ഉമ്മമാർ എത്ര പേര് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എൻ്റെ കുട്ടി ഒന്നിനും ബുദ്ധിമുട്ടരുത്, അവരെന്ത് പറഞ്ഞാലും ഞാൻ അത് വാങ്ങിക്കൊടുക്കണം അല്ലേ? ഈ വാപ്പമാർ എത്ര അധ്വാനിച്ചിട്ടാണ് അത് കൊണ്ടു കൊടുക്കുന്നത്. നമ്മൾ ഓരോ ഉമ്മയെങ്കിലും നമ്മുടെ മക്കളോട് പറഞ്ഞിട്ടുണ്ടോ, ഉപ്പ വരൂട്ടോ, ഉപ്പ വൈകുന്നേരം കയറി വരുമ്പോൾ
ഇപ്പൊ പറയണ ഒന്ന് കേട്ടോണ്ട് ചിലപ്പോ പറയും ഒന്ന് ഈ പേഴ്സ് എടുത്തന്നാ, അല്ലെങ്കിൽ ആ പേഴ്സ് അവിടെ വെച്ചാൽ ആ തോർത്തെടുത്താ കേൾക്കാൻ മക്കൾക്ക് മടിയാ അല്ലേ, നോക്കാം ഒന്ന് പോയി എടുത്തെടുത്താ അല്ലേ. എത്ര പേര് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. നമുക്ക് ഉണ്ണാനും മുടുക്കാനും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വരുന്ന ഒരു വിഭാഗമാണ് വാപ്പ. സംസാരിക്കാറില്ല പലപ്പോഴും നമ്മൾ അവർക്ക് വേണ്ടി. ആരും സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ഭാര്യ എന്ന നിലയ്ക്ക് ഞാനും നിങ്ങളും നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ ആരാണ് വാപ്പ എന്നുള്ളത്? ഇടയ്ക്ക് ഇപ്പൊ നിങ്ങളൊക്കെ വയസ്സായിട്ടുള്ള ഉപ്പമാരുണ്ടാവും വീട്ടില്, ഇല്ലെങ്കിൽ ഒന്ന് വീട്ടിൽ പോയിട്ട് ഷർട്ട് ഒന്ന് മാറ്റി നോക്കുക, അല്ലെങ്കിൽ ടീഷർട്ട് ഒന്ന് മാറ്റി നോക്കുക. ചുമട്ട് തൊഴിലിന് പോകുന്ന ആളാണെങ്കിൽ ഇവിടെ ഒരു എല്ലിങ്ങനെ പൊന്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ ഒരു തഴമ്പുണ്ടാവും. നമുക്ക് ഉണ്ണാൻ കൊണ്ടുവന്നതാ അല്ലേ. നോമ്പറക്കണ സമയത്ത് സമൂസ, കട്ട്ലേറ്റ്, പലതരം ജ്യൂസ്, പത്തിരി, കറി, ഇതൊക്കെ എവിടുന്നാ ഉണ്ടാവണേ? ഈ പറയുന്ന നമ്മള് മക്കൾ പുറത്തു പോയിട്ട് അധ്വാനിക്കുന്നുണ്ടോ? വർക്ക് ചെയ്യുന്ന ലേഡീസ് ഉണ്ട്, അവരൊന്നും ഞാൻ തരം താട്ടി പറയില്ല. എന്നാൽ പോലും അതുവരെ ആ വർക്ക് ചെയ്യുന്ന സ്റ്റേജ് വരെ ഞാനും നിങ്ങളും പറ്റില്ല. എൻ്റെ 17 വയസ്സ് വരെ എനിക്കുണ്ണാൻ ഉടുക്കാനും തന്ന എൻ്റെ വാപ്പയാ. എൻ്റെ 20ാമത്തെ വയസ്സ് വരെ ഇപ്പോഴും ഞാൻ എൻ്റെ വാപ്പയുടെ ജലത്തിനെ കണ്ടത്. വേറെ കാര്യം, ഞാൻ അധ്വാനിക്കുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് തന്നത് എൻ്റെ ഭർത്താവാണ്. എൻ്റെ കുട്ടി ഇന്ന് കഴിയണത് എൻ്റെ മാപ്പിള അധ്വാനിച്ചതിൻ്റെ പങ്ക് പറ്റിയിട്ടാ. ഒന്ന് പോയി നോക്ക്, ഇവിടെ ഒരു കല ഉണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ കുറച്ച് ഹാർഡായിട്ടുണ്ടാവും. ഈ വാപ്പമാരുടെ കയ്യിനും കാലിനും ഒരാന്ന് പറയുന്നത് അധ്വാനിക്കണോണ്ടാ. എന്തിനാണെന്നറിയോ? ഇന്ന് ഞാനും നിങ്ങളൊക്കെ ഇട്ട ഡ്രസ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു കാലത്ത് നമ്മളിട്ട വസ്ത്രം ഉണ്ടല്ലോ, ആ വസ്ത്രം നമുക്ക് മേടിച്ചു തരാൻ നുറ്റിച്ച വിയർപ്പിന്റെ ശരീരാണത്. നമ്മളിൽ എത്ര പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഉപ്പ ഇതാണ് എന്ന്, ഉമ്മ ഇതാണ് എന്നുള്ളത്. അപ്പൊ ഞാനും എൻ്റെ ഉമ്മയും എപ്പോഴെങ്കിലൊക്കെ വഴക്കുണ്ടാവുമ്പോൾ, അപ്പൊ നമ്മളൊക്കെ എത്ര പറയുന്നുണ്ടെങ്കിൽ എന്തായാലും വഴക്കുണ്ടാവൂലേ. എൻ്റെ ഉമ്മ പറയാറുണ്ട്, എന്തെങ്കിലും പറയണ കേൾക്കാതെ, സഫ്ന അയ്യോ ഇങ്ങനെ പറ്റല്ല എന്നൊക്കെ ഞാൻ എങ്ങനെ നോക്കിയതാ. ഇങ്ങനെ ഉമ്മമാര് പറയും അല്ലേ. പക്ഷേ ഉപ്പ ഇന്ന് വരെ കണക്ക് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ചിലപ്പോൾ എൻ്റെ താത്താര് പറയും, ഞാൻ അങ്ങനെ പറയും പകപ്പന്നെ മൈൻഡൊന്നുമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ താത്ത പറയും എന്നോട്, പഴയ കാലത്തേക്ക് പോകും, നമ്മളൊക്കെ ഇടി എത്ര കൊണ്ടു നടന്നതാ നമ്മളെ വാപ്പ എന്നുള്ളത്. പക്ഷെ ഒരിക്കൽ പോലും വാപ്പാന്റെ വായിന്ന് വന്നിട്ടില്ല അത്. ഇവിടെ വേറൊരു പ്രശ്നം എന്താണെന്നറിയോ? ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒക്കെ എനിക്ക് അനുവദിച്ച സമയം ഞാൻ നീട്ടിക്കൊണ്ടുപോവാണെങ്കിൽ എന്നോട് പറയണം കേട്ടോ, ചിലപ്പോൾ ഞാൻ അറിഞ്ഞോളന്നില്ല. ഞാൻ പറഞ്ഞത്, ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഒക്കെ വല്ലാത്ത സ്നേഹം മക്കളോടുണ്ടാവും, പക്ഷെ അത് പ്രകടിപ്പിക്കാൻ കുറച്ച് മടിയാ അല്ലേ. എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ ഉപ്പ എന്നെ ഒന്ന് വന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാൻ. എനിക്കൊരാഗ്രഹമുണ്ട് എൻ്റെ ഉമ്മ വന്ന് എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ തരാൻ. തിരിച്ച് അവരും ആഗ്രഹിക്കുന്നുണ്ടാവും, എൻ്റെ കുട്ടിയല്ലേ ഒന്ന് പണ്ടത്തെ പോലെ വന്ന് എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വെച്ചിരുന്നെങ്കിൽ അല്ലേ. അതൊക്കെ ഒരു സ്നേഹത്തിന്റെ ഊഷ്മളതയാണ്. പക്ഷെ എന്താണെന്നറിയോ, ഒരു പ്രായം കഴിഞ്ഞ നമ്മുടെ ALTD അല്ലേ, ശ്രദ്ധിക്കുക, ALTD KL 10AE 4881 വാഹനം ഓൾട്ടോ അവിടെ പാർക്ക് ചെയ്തെടുത്ത് ചെറിയൊരു തടസ്സമുണ്ട്. അപ്പൊ ഒന്ന് അവിടുന്ന് മാറ്റി കൊടുക്കുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം, ALTD KL 10AE 4881. വിഷയത്തിലേക്ക് തിരിച്ചു വരാം. നമുക്ക് ഒരു പ്രായം വരെ നമ്മളെ മക്കളെ നല്ലോണം നോക്കും അല്ലേ. കുഞ്ഞിതാവുമ്പോ ഉണ്ണാൻ കൊടുത്തിട്ടും മുടുക്കാൻ കൊടുത്തിട്ടും അവര് മൂത്രമൊഴിച്ചാലും അപ്പയിട്ടാലും അത് കഴുകിയിട്ടും വൃത്തിയാക്കിയിട്ട് നമ്മൾ നല്ലോണം നമ്മളെ മക്കളെ നോക്കും. പക്ഷേ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരെ നോക്കാൻ ഒരു മടിയാ അല്ലേ. നിങ്ങളെ ചെറുപ്പത്തിൽ നിങ്ങളെ മക്കളെ കെട്ടിപ്പിടിച്ച പോലെ ഉപ്പ വെച്ച പോലെ ഇപ്പൊ ചെയ്യാറുണ്ടോ? ഉണ്ടായിക്കോളണം എന്നില്ല. കുറവുള്ള ഉണ്ടാവൂട്ടോ, ചില കുടുംബങ്ങളിലൊക്കെ ഉണ്ടാവും, പക്ഷേ ഭൂരിഭാഗം കുടുംബങ്ങളിലും അത് കാണാറില്ല. ഞാനൊരു ദിവസം ഒരാളുടെ ക്ലാസ് ഇങ്ങനെ കേൾക്കുന്ന സമയത്ത്, ഒരാളുടെ ഇതേപോലെ ഒരു ക്ലാസ് കേൾക്കാൻ പോയതായിരുന്നു. അതിനകത്ത് പറയുന്നുണ്ട് അവതാരിക, വിഷയം അവതരിപ്പിക്കുന്ന ആള്, ഒരു കുട്ടി പരീക്ഷയുടെ സമയത്ത് വന്ന് പറഞ്ഞു, ഉത്തരേ അമ്മ, എങ്ങാണ്ട് മാർക്ക് കുറഞ്ഞ നിനക്ക് അമ്മയെ പറയണം, നിന്റെ എങ്ങാണ്ട് മാർക്ക് കുറഞ്ഞ അപ്പം ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഇത് വർഷം എത്രയായി നിനക്ക് ഫീസും കാര്യം കൊടുത്തോണ്ടിരിക്കണു, എന്നിട്ട് നിനക്ക് ഒന്ന് പഠിക്കാനേ പറഞ്ഞോളൂ, ബാക്കിയുള്ള സാധനങ്ങൾ മുഴുവൻ മേടിച്ചു തരുന്നുണ്ട്, നിനക്ക് നേരാവണ്ണം പഠിക്കാനോ മാർക്ക് മേടിക്കാനോ നിനക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കുട്ടീനെ ഇങ്ങനെ പേടിപ്പിച്ചിരുത്തിരിക്കുക. പരീക്ഷയുടെ റിസൾട്ട് വന്നു, കുട്ടിക്ക് മാർക്ക് കുറവാ. കുട്ടി അവിടുന്ന് എങ്ങോട്ടോന്നില്ലാതെ ഇറങ്ങി ഓടി. പിന്നീട് പോലീസിൽ പരാതിപ്പെട്ട് കുട്ടിയെ തിരിച്ചു കിട്ടിയിട്ട് ആ കിട്ടിയ സമയം തൊട്ട് വീട്ടിലേക്ക് എത്തുന്നവർ അച്ഛനും അമ്മയും മാറി മാറി ഉമ്മ കൊടുക്കുകയാണെന്ന് പറഞ്ഞു. 2 കവിളത്തും മുഖം മുഴുവൻ ഇങ്ങനെ തുപ്പലം മണക്കാണ് അത്രേ. അത്രത്തോളം ഉമ്മ കിട്ടിയിട്ടേ കാലം കുറച്ചായിട്ടുണ്ടാവും അങ്ങനെ കൊടുത്തിട്ട്. അപ്പൊ കുട്ടി പറഞ്ഞത്രേ, അല്ല അമ്മ എൻ്റെ മാർക്ക്, എന്ത് മാർക്ക് നമ്മ ചോദിക്കാത്രേ, എനിക്ക് എന്നെ തിരിച്ചു കിട്ടിയില്ലേ എന്ന്. കൊടുക്കേണ്ട സമയത്ത് അത് കൊടുത്തുകൂടായിരുന്നു? ആ സ്നേഹവും ആ പരിഗണനയും. മനസ്സിൽ നിറച്ച് സ്നേഹം ഉണ്ടാവും, പക്ഷെ അത് കൊടുക്കാനൊരു മടിയാ. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, തിരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾ മരണപ്പെട്ട ഉമ്മമാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി, ഉപ്പമാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ദുനിയാവിലുണ്ടെങ്കിൽ ഒന്ന് പോയി ചേർത്ത് പിടിച്ച് ഒന്ന് ഉമ്മ വെക്കുക. ഞാൻ എൻ്റെ ഉപ്പാനെ അവസാനമായിട്ട് ഉമ്മ വെച്ചത് ഉംറ കഴിഞ്ഞ് വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് 6 വർഷങ്ങൾക്ക് മുമ്പാ. പിന്നെ ഞാൻ കൊടുത്തിട്ടില്ല. എൻ്റെ ഉമ്മാക്ക് പിന്നെ എനിക്ക് കൊടുക്കാനും ഒരു മടിയില്ല. ഞാൻ
ഈ പറയുന്ന സ്നേഹം ഉണ്ട് എന്ന് പറയുന്നത് വെറുതെ ഇല്ല കേട്ടോ. 20ാമത്തെ വയസ്സിലാണ് ഞാൻ പ്രസവിക്കുന്നത്. പ്രസവിച്ച സമയത്ത് എൻ്റെ ഇടത് കാലിന്റെ ശേഷി നഷ്ടപ്പെട്ടു. അപ്പൊ നമുക്കറിയാം, അല്ലെങ്കിൽ ഭാര്യമാരെ അനുഭവം പങ്കുവെച്ച് ഭർത്താക്കന്മാർക്കോ അല്ലെങ്കിൽ ആ അനുഭവത്തിലൂടെ കടന്നുപോയ സ്ഥിതിക്ക് സ്ത്രീകൾക്കോ അറിയാം, നമ്മൾ സ്റ്റീലുമ കടന്നിട്ടാണ് പ്രസവിക്കുക. അപ്പൊ അവിടെ AC ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് എനിക്ക് ചെറുപ്പത്തിൽ കാലിന് മസിൽ കയറുന്ന ഒരു അസുഖമുണ്ട്. അപ്പം അങ്ങനെ അങ്ങോട്ട് കാലിന്റെ ശേഷി നഷ്ടമായിരിക്കുന്നത്. എൻ്റെ കാല് പെട്ടെന്ന് അങ്ങോട്ട് തളർന്നു വീണു. തിരിച്ച് ഞാൻ അവിടെ കട്ടിൽ കിടക്കുമ്പോൾ എൻ്റെ വാപ്പൻ്റെ കാലിൻ്റെ അടി ഇങ്ങനെ ഒഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അപ്പാനോട് പറയുന്നുണ്ട്, ഇപ്പം അവിടെ AC ഇട്ടിരുന്നു, ഭയങ്കര തണുപ്പാണ്, അത് മരവിച്ചതാണ്. കാരണം ആ കാലിൻ്റെ ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഇനി അത് തൊട്ടാലും പിടിച്ചാലും ഒന്നും അറിയില്ല. അപ്പോൾ ഉപ്പാൻ്റെ വിചാരം എന്താ, ഇത് തണുത്ത് പോയതായിരിക്കും, ഇപ്പം ഇങ്ങനെ ചൂടാക്കി തരികയാണ്. കുറച്ച് കഴിഞ്ഞ് അവിടുന്ന് ഇപ്പം നീറ്റ സമയത്ത് ഉമ്മാനോട് പറഞ്ഞു, മാളുഞ്ഞി അതൊന്ന് ഒഴിഞ്ഞു കൊടുത്തറിഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് ഉമ്മി ഇങ്ങനെ ഒഴിഞ്ഞു വന്നു. അത് കഴിഞ്ഞിട്ട് ഈ മരവിച്ച കാലം അങ്ങോട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുക. ഞങ്ങൾ തന്നെ സ്വന്തം ഒന്ന് ഡോക്ടറായി നോക്കിയതാണ്. ആ ആശുപത്രിയുടെ ഹാളിലൂടെ എൻ്റെ അപ്പൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ നടന്നു. ഒരു നിമിഷത്തേക്കെങ്കിലും ഞാൻ ആലോചിച്ചു, അത് ആ സന്ദർഭം ഒന്ന് നിലയ്ക്കാതെ പോയിരുന്നെങ്കിൽ എന്നുള്ളത്. ഓരോ കുട്ടികളുടെയും മനസ്സ് അങ്ങനെയാണ്. അപ്പാരെ ഉമ്മാരെ സ്നേഹം ബുദ്ധി വെച്ച് കഴിഞ്ഞ് കിട്ടിയാൽ വല്ലാത്തൊരു ആനന്ദമാണ് അല്ലേ ഈ ഉപ്പേൻ്റെ ഉമ്മേൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. ചില ആളുകൾ ഇങ്ങനെ ഡ്രങ്ക്സിന് അഡിക്റ്റായി പോവുക എന്ന് പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ മാതാപിതാക്കളുടെ സ്നേഹത്തിന് അഡിക്റ്റായി പോയി കഴിഞ്ഞാൽ നമുക്ക് അവരെ വിട്ടിട്ട് പോകാൻ കഴിയില്ല. ഞാൻ എൻ്റെ പ്രസവം കഴിഞ്ഞ് ഒരാഴ്ച, സാധാരണഗതിയിൽ 3 ദിവസം കഴിഞ്ഞിട്ടാണ് ആശുപത്രിയിൽ നിന്ന് നമ്മളെ പറഞ്ഞു വിടുക. എന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങളപ്പോൾ നോക്കി. ഡോക്ടർ വന്നിട്ട് എന്നോട് ഇങ്ങനെ പല രീതിയിൽ കാലിൻ്റെ പൊസിഷൻ മാറ്റാൻ പറഞ്ഞപ്പോഴും എനിക്കതിന് സാധിക്കുന്നില്ല. അങ്ങനെ ഒരു MRI സ്കാനിങ്ങും വേറെ എന്തോ ഒരു ഞരമ്പിൻ്റെ ടെസ്റ്റും ഒക്കെ നടത്താൻ പറഞ്ഞു. എൻ്റെ അടുത്ത് ഞാൻ ആശുപത്രിയിലേക്ക് പോയി, കൊരമ്പ ആശുപത്രി പോയി, എന്തൊക്കെയോ സാധനങ്ങൾ മേത്ത് പിടിപ്പിച്ചു. ഒരു കാലിന് ഷോക്ക് അടിച്ച പോലെ, മറ്റേ ഞാനൊന്നും അറിയുന്നില്ല. അതിനുശേഷം MRI സ്കാനിലേക്ക് പോയി. ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞതേ ഉള്ളൂ, 3-4 ദിവസമാണ്. നമുക്കറിയാം MRI സ്കാൻ ചെയ്യുന്ന സമയത്ത് ഓർണമെന്റ്സ് പാടില്ല, വെറും ഒരു തുണി മാത്രമേ ഇടാൻ പറ്റുള്ളൂ നമ്മളിലെ, ഒരു ഗൗണ് പോലെ, ലോഹ പോലത്തെ ഒരു സാധനം. ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ മാറിടത്തിൽ നിന്നും മുലപ്പാല് ചുരണ്ടാൻ തുടങ്ങി. കാരണം കുട്ടി പാല് കുടിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. അത്ര സമയം ഞാൻ ആ സെന്ററിൻ്റെ ഉള്ളിൽ കിടക്കുക. അപ്പം എൻ്റെ അപ്പ പറഞ്ഞു, ഒന്ന് കൈയൊക്കെ ഒന്ന് ലൂസാക്കിയിട്ട് ഇരിക്കുന്നുള്ളത്. ഇതൊന്നും മടിച്ചു പറയേണ്ട ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അതൊരു അനുഗ്രഹമാണ്. അത് കഴിഞ്ഞിട്ട് ഉപ്പ എന്നോട് പറഞ്ഞു, പേടിക്കേണ്ട കേട്ടോ, കാരണം ഒരു സാധനത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകില്ല. എൻ്റെ പോർക്കുണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാനിവിടെ ഉണ്ട് കേട്ടോന്ന്. എന്നെ ആ സ്കാനിങ് സെന്റർ ആ സാധനത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും. എനിക്ക് എൻ്റെ മെഡിക്കൽ ടേമൊന്നും എനിക്കറിയില്ല. എൻ്റെ ഉപ്പ ഇടയ്ക്ക് ഇങ്ങനെ കുരക്കണുണ്ടായിരുന്നു. ഉപ്പാനെ പൊതുവേ സ്വഭാവമായിട്ട് ഇടയ്ക്ക് ഉപ്പാൻ്റെ പെങ്ങന്മാരൊക്കെ ഉണ്ട്, ചിലപ്പോൾ അത് ഫെമിലിയർ ആയിരിക്കും. അതായത് എൻ്റെ അടുത്ത് പറയാണ്, ആ ഇരുട്ടത്ത് നിൽക്കുമ്പോൾ ഈ ബേജാറാവണ്ട, ഞാനിവിടെ ഉണ്ട് എന്നുള്ളത്. അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ വലിയ സൗകര്യങ്ങളോട് കൂടിയ വീടൊന്നും അല്ല, അറ്റാച്ച്ഡ് ബാത്റൂം ഒന്നുമില്ല. കിടക്കുന്ന കട്ടിലിൽ നിന്നും എണീക്കാൻ പാടില്ല എന്നുള്ളത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നിവർന്ന് കിടക്കണം അത്രേ. കാരണം എൻ്റെ സുഷുമ്ന നാഡിക്ക് എൻ്റെ ഡിസ്ക് അകന്നതാണ്. അപ്പൊ അവര് പറഞ്ഞു, നമ്മൾ ഈ മരത്തുമെന്നൊക്കെ വീഴുന്ന സമയത്ത് നട്ടലിന് കേട് പറ്റിയെന്ന് പറയില്ലേ, അത് നട്ടലിനല്ല പറ്റുന്നത്. ഈ നട്ടലിന്റെ ഇടയിലുള്ള ഡിസ്ക് നമ്മൾ ഒരാളെ ഷൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണോ ഒരു ബുള്ളറ്റ് ഒരാളുടെ ശരീരത്തിൽ പോയി തറയ്ക്കുന്നത്, അതുപോലെ ഈ ഡിസ്ക് ചെന്ന് സുഷുമ്ന നാഡിയിലേക്ക് തറക്കും. അതോടുകൂടി നമ്മുടെ ഈ എണീറ്റ് നിൽക്കലൊക്കെ നമ്മുടെ ശേഷിയൊക്കെ അവിടെ തീരുന്നാ പറയണത്. അപ്പൊ അങ്ങനെ ചെറിയൊരു ഫ്രാക്ചർ എനിക്ക് സംഭവിച്ചു എന്നേ ഞാനും വിളിക്കുന്നുള്ളൂ. കാരണം ചെറുതൊന്നും ആയിരുന്നില്ല അത്. ഞാൻ ആ വിഷയത്തിന് അത്രയും ലാഘവത്തോടെ കണ്ടതുകൊണ്ടായിരിക്കാം എന്ന് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. അന്ന് എൻ്റെ ഉമ്മ പോയിട്ട് പറഞ്ഞു, ഡോക്ടറെ അടുത്ത്, രാജഗോപാൽ ഡോക്ടർ അല്ല, രാജഗോപാൽ ഡോക്ടറാണ് അന്ന് എന്നെ നോക്കണം. അപ്പം എൻ്റെ അമ്മ പോയിട്ട് പറഞ്ഞു, അതല്ല അൽഷിഫയിലോ മൗലാനയിലോ എനിക്ക് ഓർമ്മയില്ല, ഇതിൽ ഏതോ ഒരു പേര് പറഞ്ഞു, അവിടെ ഒരു ഡോക്ടർ ഉണ്ട് എന്ന് പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്താൽ ശരിയാവുമോ എന്നുള്ളത്. കാരണം അമ്മ കാണുന്നത് 20 വയസ്സായ ഞാനിങ്ങനെ കട്ടിൽമേ ഒന്ന് അനങ്ങാൻ കഴിയാതെ, അല്ലെങ്കിൽ അനങ്ങാൻ നല്ല അരക്കി തീപ്പെട്ട ഒരു ശേഷി നഷ്ടപ്പെട്ട് എന്നെ കിടക്കണതാ. ഞാൻ ആലോചിച്ച് എന്തിനാ അത്രയൊക്കെ ബേജാറാവുന്നത്, കാരണം എനിക്ക് ആ പേടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം അന്ന് നടക്കാൻ പ്രയാസം എന്ന് പറഞ്ഞതിന് ശേഷവും എൻ്റെ ആത്മധൈര്യം കൊണ്ടായിരിക്കാം ഞാൻ ഇന്ന് എണീറ്റ് നടക്കുന്നതും നിൽക്കുന്നതും ഒക്കെ. അതിന് ശേഷം ഞാൻ ആ ബെഡിൽ കിടക്കുമ്പോൾ അവിടെ നിന്ന് ഞാൻ തിരിച്ചെൻ്റെ വീട്ടിലേക്ക് വന്നു. അവിടെ നിന്നും അവിടെ മുറിയിലൊരു കസേരയുണ്ട്. ആ കസേരയിൽ ഒരു ബക്കറ്റിലേക്കാണ് എൻ്റെ മലവും മൂത്രവും എല്ലാം ഒഴിവാക്കുന്നത്. നമുക്ക് ഒരു പ്രായം വരെ നമ്മുടെ കുട്ടികളുടെ ഈ മൂത്രമൊഴിച്ചതും മലം പോയതൊക്കെ കഴുകാം. 20 വയസ്സുള്ള എൻ്റെ മലവും മൂത്രവും ബക്കറ്റിൽ നിന്ന് പിന്നീട് ആ ക്ലോസറ്റിലേക്ക് എൻ്റെ ഉമ്മ കൊണ്ടുപോയി ഒഴിക്കുമ്പോൾ എൻ്റെ നെഞ്ഞ് പിടക്കുക. അന്ന് ഞാൻ അനുഭവിച്ച ഒരു വെയിറ്റ് ഉണ്ട്, ഈ ചങ്കിൻ്റെ അവിടെ ഇങ്ങനെ കിടക്കുക. മലന്ന് കിടക്കുന്ന എനിക്ക് എൻ്റെ ഉമ്മ ഉരുളകൾ ഇങ്ങനെ വാരി തന്നു.
ഞാനിങ്ങനെ ആലോചിച്ചു, പഠിച്ചോനെ എത്രയൊക്കെ സ്നേഹം എൻ്റെ അമ്മക്ക് എന്നോടുണ്ടോ. കാരണം ആ നിമിഷം വരെ ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ അമ്മക്ക് എന്നെ പറ്റൂല. ഞാൻ പലപ്പോഴും എനിക്കൊരു സ്വഭാവമുണ്ട്, ഈ പറയണ പോലെ ഈ ഈഗോന്റെ ചെറിയ ലെവലുള്ളതുകൊണ്ടായിരിക്കും ഞാൻ എൻ്റെ അമ്മമാരോടൊക്കെ പോയിട്ട് പറയും എൻ്റെ അമ്മാക്കും എൻ്റെ അപ്പാക്കും എന്നെ പറ്റൂല, ഓൾക്ക് കുഞ്ഞോനെയും താത്താനെയും മുത്തുനെയൊക്കെ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പം എന്നോട് ഓല് പറയും ബബിയ എൻ്റെ തോന്നലാണ് എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മളൊക്കെ ഒന്ന് വീണ് കഴിഞ്ഞാൽ, എനിക്ക് മുമ്പിലിരിക്കുന്ന നിങ്ങൾക്ക് 40, 50, 60 വയസ്സായവരില്ലേ, നിങ്ങളൊന്ന് വീണ് കിടന്നാൽ നിങ്ങളുടെയൊക്കെ ഉമ്മമാര് ആ ദുനിയാവിലുണ്ട് എങ്കിൽ ഒരു മടിയും കൂടാതെ, ഒന്ന് സംശയിക്കാതെ അത് കൊണ്ടുപോയി വൃത്തിയാക്കാൻ കഴിയുന്നത് ഈ പറയുന്ന നമ്മുടെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും മാത്രമാണ്. ഞാൻ എൻ്റെ അനുഭവം നിങ്ങളോട് പങ്കിട്ടത് ആ സ്നേഹം മുഴുവൻ പിന്നെ എന്തിനാ ഇവരിങ്ങനെ മൂടി വെച്ചത് എന്നറിയാഞ്ഞിട്ടാ. ആഗ്രഹിക്കുന്നുണ്ട് ആ സ്നേഹത്തിന്റെ ആ ഒരു ലൈറ്റ് എൻ്റെ ഉള്ളിലേക്കൊന്ന് പ്രവഹിക്കാൻ. തിരിച്ച് അവരും ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിലെ നമ്മുടെ മക്കളുടെ കയ്യിൽ നിന്നും അത്തരം ഒരു സ്നേഹം ലഭിക്കാൻ. എനിക്ക് നിങ്ങളോട് ഈ ഒരു ചുരുങ്ങിയ സമയത്ത് പറയാനുള്ളത്, ഞാനും നിങ്ങളും ഒരു നിശ്ചിതമായ സമയത്തിലേക്ക് മാത്രം വന്നവരാണ്. തിരിച്ചു പോവേണ്ടത് എന്നാണെന്ന് നമുക്കറിയില്ല. തിരിച്ചു പോകുമ്പോൾ നമുക്ക് റബ്ബിന്റെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറയണം. മൻ റബ്ബുക എന്നുള്ളത് മാത്രമല്ല, നിനക്ക് ഞാൻ തന്ന ആയുസിൽ നീ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, ഞാൻ കൽപ്പിച്ച പോലെ നീ നടന്നോ, നീ ഒരു ഉമ്മയല്ലേ, നീ ഒരു ഉപ്പയല്ലേ, നീ നിന്റെ മക്കൾക്ക് ഞാൻ നിന്റെ കടമകൾ നീ നിർവഹിച്ചു കൊടുത്തോന്ന് ഉത്തരം പറയാൻ ഞാനും നിങ്ങളും എല്ലാവരും ബാധ്യസ്ഥരാണ്. ഒന്ന് മാറ്റി ചിന്തിക്കൂ, അല്ലെങ്കിൽ ഒന്ന് ആത്മവിശകലനം നടത്തിയതിനു ശേഷം ഒന്ന് മാറൂ. നമ്മുടെ മക്കള് നമ്മളെ കണ്ടാ പഠിക്കുന്നത്. മരണം എപ്പ വേണമെങ്കിലും നമ്മിലേക്ക് വരാം അല്ലേ. മരണത്തിനെന്തോ പറയുവാനുള്ളപ്പോൾ ജീവനെ പരതാൻ തുടങ്ങി, മക്കളോടെന്തോ ചൊല്ലാൻ മറന്നപ്പോൾ മരവിച്ച പാവം ചിണുങ്ങി, മണവിക്കു വാങ്ങിക്കൊടുക്കുവാൻ പുടവയുന്ന ദൃപ്പം കടുക്കാതുറങ്ങി, മഴയത്തും നേരത്ത് ഇറയത്ത് സന്തോഷ കുളിരും പുതയ്ക്കാതുറങ്ങി. ആ ഉറക്കം എപ്പോൾ വേണമെങ്കിലും നമ്മളിലേക്ക് വരാം. അതിനു മുമ്പ് നമ്മളിൽ ആരെങ്കിലും എന്തിൻ്റെയെങ്കിലും പേരിൽ തമ്മിൽ പിണങ്ങി നിൽക്കുന്നവരാണ് എങ്കിൽ ഒന്ന് ചിരിക്കുക, ഒന്ന് സലാം പറയുക. 100% ന്യായം നമ്മുടെ കയ്യിലായിരിക്കും, തെറ്റ് അവരുടെ കയ്യിലായിരിക്കും. സാരമില്ല, തിരിച്ചു പോകണം നമുക്ക് അല്ലേ. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും റബ്ബേ ആ ചെങ്ങായി പോയി, ആ കുട്ടികളെ ഉള്ള അവസ്ഥ എന്താണെന്നുള്ളത്. നമ്മൾ എപ്പോഴെങ്കിലും ആ കബറിൽ കിടക്കുന്ന ആളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് ചിരിക്കുക, ഒന്ന് സലാം പറയുക. നമുക്കൊന്നും നഷ്ടമാവാനില്ല. ഇന്നും ഞാൻ പുഞ്ചിരിച്ചിട്ടും എന്നോട് പുഞ്ചിരിക്കാതെ പിശുക്ക് കാണിക്കുന്ന എത്രയോ മുഖങ്ങളും ഞാൻ കണ്ടു. നമ്മളൊന്ന് മനസ്സറിഞ്ഞ് പുഞ്ചിരിക്കുക. ഇവിടെ സമയവും പണവും ഊർജവും ചെലവഴിച്ച് സംഘാടകർ നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരുക്കുമ്പോൾ നമുക്ക് തിരിച്ചവർക്ക് ചെയ്തു കൊടുക്കാൻ പലതുമില്ലേ. അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അവരുടെ ആ ഒരു പ്രയത്നത്തിന് നല്ലൊരു റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പിണങ്ങി നിൽക്കണമെങ്കിൽ ഒന്ന് പോയി ചിരിച്ചു, ഒന്ന് സലാം പറഞ്ഞോളുക. ആ കഴിഞ്ഞു പോയ പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങൾ സംസാരിക്കണ്ട. എൻ്റെ കയ്യിൽ തെറ്റുപറ്റി, നിന്റെ കയ്യിൽ തെറ്റുപറ്റി ഒന്നും പറയണ്ട. ഒന്ന് സലാം പറയുക, അവിടെ തീരട്ടെ ഓരോ പ്രശ്നവും. ഞാൻ വീണ്ടും അത് തന്നെയാണ് നിങ്ങളടുത്ത് ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെ എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, ഒരുപാട് ഞാൻ നീട്ടുന്നില്ല. ഇന്ന് നമ്മളിൽ നിന്നും കൂടിയ ആളുകൾ നാളെ ഒരുപക്ഷെ നമ്മളിലേക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല, അതല്ലെങ്കിൽ അടുത്ത കുടുംബ സംഗമത്തിലേക്ക് നമ്മളെ കൂടെ ഉണ്ടായിരിക്കണം എന്നില്ല. അതുകൊണ്ട് എല്ലാവരും പോകുന്നതിന് മുമ്പ് വായ കൊണ്ട് പറയുന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. കാണുമ്പോൾ നമുക്കൊക്കെ സുബഹാന അസ്സലാമു അലൈക്കും എന്താ പറയണ നമുക്കറിയില്ല. അസ്സലാമു അലൈക്കും കഴിഞ്ഞു. നിന്റെ മേൽ അള്ളാഹു ഗുണം ചെയ്യട്ടെ എന്ന് പറയുന്ന രീതിയിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം വർഷിക്കട്ടെ എന്ന് ഹൃദയത്തിൽ തൊട്ട് നമുക്ക് പറയാൻ കഴിയണം. ഉമ്മ എന്ന് വിളിക്കുമ്പോൾ ഹൃദയത്തിൽ തൊട്ട് വിളിക്കാൻ പറ്റണം. വാപ്പ എന്ന് വിളിക്കുമ്പോൾ ഹൃദയത്തിൽ തൊട്ട് വിളിക്കണം. നിന്റെ മേൽ അള്ളാഹുവിന്റെ അനുഗ്രഹം വർഷിക്കട്ടെ എന്ന് നിങ്ങൾ ഉള്ളു തട്ടി പറയൂ. ഈ പോകുന്നതിന് മുമ്പ് പരസ്പരം കാണുന്നവരോട്, ഈ സംഘാടകർക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കട്ടെ. നമുക്ക് മൂടിവെച്ച സ്നേഹം നമ്മുടെ ഉപ്പമാരോടും ഉമ്മമാരോടും ഒക്കെ നമുക്ക് പകരാം. അതിന് ഇനി ആരും പിശുക്ക് കാണിക്കേണ്ടതില്ല എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഉപ്പമാരെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവരെ കുറിച്ച് എന്തോ 4 വരി കിട്ടിയത് ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പാടാനൊന്നും അത്ര കഴിവുള്ള ആളല്ലെങ്കിൽ പോലും ആ കുറിച്ച് വെച്ച വരി നിങ്ങൾക്ക് മുമ്പിൽ ഞാനൊന്ന് പാടണം. നമുക്ക് അമ്മേനെ കുറിച്ച് യൂട്യൂബിൽ അടിച്ച കുറേ കവിത കിട്ടും, ഉമ്മേനെ പറ്റി കുറേ കിട്ടും അല്ലേ. നമ്മൾ പാടേണ്ട ഒരു വിഭാഗമുണ്ട് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഉപ്പമാര്, നമുക്ക് ജന്മം തന്ന ഉപ്പമാര്. ആരും പഠിക്കാത്ത പാഠമാണച്ചൻ, ആരും ഗ്രഹിക്കാത്ത ഗ്രന്ഥമാണച്ചൻ, പരിഭാഷയെല്ലാം ഒരുപോലിരിക്കുന്ന പാരിലെ പുസ്തകം ഇന്നുമച്ചൻ, കരവും കടങ്ങളും ഒറ്റയ്ക്കടച്ചിട്ടും പറ്റ് കുറിക്കാത്ത പുസ്തകമച്ചൻ,
വറ്റിനായോടി നടന്നവസാനം അധിക പറ്റായി മാറും പുരാണമച്ചൻ. വറ്റിനായോടി നടന്നവസാനം അധിക പറ്റായി മാറും നമുക്ക് പുരാണമച്ചൻ. ഒരു നാളിൽ ഞാൻ എൻ്റെ ഉൽപ്പത്തി പുസ്തകം അതിസൂക്ഷ്മമായൊന്നു മറിച്ചു നോക്കി. പുറം ചട്ട കേടുതീർത്തലങ്കരിച്ചെങ്കിലും നിറമുള്ള താളുകൾ അധികമില്ല. വർണ്ണപ്പകിട്ടില്ല, വീമ്പൊട്ടുമില്ല. വണ്ടി കാള പോൽ പണിയുന്നു വെയിലിൽ. വർണ്ണപ്പകിട്ടില്ല, വീമ്പൊട്ടുമില്ല. വണ്ടിക്കാള പോൽ പണിയുന്നു വെയിലിൽ. കരുതലിൻ കൽക്കരി ഹൃദയത്തിലെരിച്ചു കൂകാതെ പായും നിശബ്ദ വണ്ടി. കരുതലിൻ കൽക്കരി ഹൃദയത്തിലരിച്ചു കൂകാതെ പായും നിശബ്ദ വണ്ടി. ഞങ്ങളെ ഉണ്ണാനും ഉടുക്കാനും തന്ന് ഞങ്ങളെ ഇങ്ങനെ ആക്കി തീർത്ത എല്ലാ ഉപ്പമാരോടും നമുക്ക് ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയാം. നാളെ അള്ളാഹുവിൻ്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഇതുപോലെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം ഭവിക്കട്ടെ. എന്നെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. എനിക്ക് രണ്ട് ഉപ്പമാരുമാണുള്ളത്. ഒന്ന് എനിക്ക് ജന്മം കൊണ്ട് ലഭിച്ച ഉമ്മയും വാപ്പയും, ഒന്ന് സ്ഥാപിതമായ ബന്ധം കൊണ്ട് ലഭിച്ച ഉമ്മയും ഉപ്പയും. അവർക്ക് വേണ്ടി നിങ്ങളുടെ ദുആയിൽ അവരെയും കൂടെ ഉൾപ്പെടുത്തുക. നല്ലത് മാത്രം സംഭവിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.